ശ്രദ്ധിക്കുക, ബൈനോമിയൽ തിയറമാണ്. ബൈനോമിയൽ തിയറം ഫോർ എ നാച്ചുറൽ നമ്പർ. തിയറം പറയുന്നതാണ് എ പ്ലസ് ബി ഹോൾ റേസ്ഡ് ടു എൻ ഈസ് ഈക്വൽ ടു NC0 a raised to n plus NC1 a raised to n minus 1 into b plus NC2 a raised to n minus 2 b square plus etc plus NCn b raised to n. ഇതാണ് ബൈനോമിയൽ തിയറം. ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഓർക്കാൻ വളരെ എളുപ്പമുണ്ട്. എങ്ങനെ തുടങ്ങേണ്ടത്? NC0 a raised to n എന്ന് തുടങ്ങണം. ഫസ്റ്റ് ടേം ഓർത്തിരിക്കണം, NC0 into a raised to n. പിന്നീട് അങ്ങോട്ടുള്ള ടേമുകൾ എഴുതുമ്പോൾ എന്ത് ചെയ്യേണ്ടത്? അടുത്ത ടേമിൽ NC0 എന്നുള്ളത് NC1 ആവും, അതിനടുത്ത ടേമിൽ അത് NC2 ആവും, അതിനടുത്ത ടേമിൽ അത് NC3 ആവും, അങ്ങനെ ലാസ്റ്റ് ടേം എത്തുമ്പോഴേക്കും അത് NCn ആവും. ഇനി ഫസ്റ്റ് ടേമിൽ NC0 a raised to n എന്നായിരുന്നു, അവിടെ b ഇല്ല. b ഇല്ല എന്ന് പറഞ്ഞാൽ b raised to 0 എന്ന അർത്ഥം. കാരണം ഏത് നമ്പറും raised to 0 എന്ന് വന്നാൽ 1 ആണ്. b ഇല്ല മീൻസ് b raised to 0. b raised to 0 എന്ന് എഴുതി അത് 1 ആവും. a raised to n into 1 അത് a raised to n ആവും. അപ്പോൾ b ഉണ്ട് അവിടെ, ബിയുടെ പവർ 0 ആയി എന്നാണ് എൻ്റെ അർത്ഥം. ഇനി അങ്ങോട്ട് അടുത്ത ടേമിലേക്ക് പോകുമ്പോൾ എയുടെ പവർ കുറയണം. a raised to n എന്നുള്ളത് അടുത്ത ടേമിൽ a raised to n minus 1 ആയി മാറും. അതിനടുത്ത ടേമിൽ അത് a raised to n minus 2 ആയി മാറും. അങ്ങനെ ഓരോ ടേമും പോകുമ്പോൾ എയുടെ പവർ കുറഞ്ഞുകൊണ്ടിരിക്കും. ബിയോ ആദ്യത്തെ ടേമിൽ b ഇല്ല, ദാറ്റ് മീൻസ് ബിയുടെ പവർ 0 ആണ്. അടുത്ത ടേമിൽ അത് b raised to 1 ആവും, അതിനടുത്ത ടേമിൽ അത് b raised to 2 ആവും, അതിനടുത്ത ടേമിൽ അത് b raised to 3 ആവും. ഇങ്ങനെ പോവും. അപ്പോൾ എയുടെ പവർ ഓരോ ടൈമിലും കുറഞ്ഞു വരുന്നു, ബിയുടെ പവർ ഓരോ ടൈമിലും കൂടി വരുന്നു. അങ്ങനെ പോയി ലാസ്റ്റ് ടൈം എത്തുമ്പോഴേക്കും എയുടെ പവർ കുറഞ്ഞ് ലാസ്റ്റ് ടൈം എത്തുമ്പോൾ എ ഉണ്ടാവില്ല, ബിയുടെ പവർ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ലാസ്റ്റ് ടൈം എത്തുമ്പോൾ അത് b raised to n ആയി മാറും. അപ്പോൾ വളരെ എളുപ്പമാണ്. സ്റ്റാർട്ടിങ് മാത്രം ഓർത്താൽ മതി, NC0 a raised to n. ഇപ്പോൾ a plus b ഹോൾ raised to 8 എന്നാണെങ്കിൽ 8C0 a raised to 8 എന്ന് തുടങ്ങണം. പിന്നെ അങ്ങോട്ട് വരുത്തേണ്ട മാറ്റം, ആ 8C0 8C1 ആവും, അടുത്തതിൽ 8C2 ആവും, അടുത്തതിൽ 8C3 ആവും, അങ്ങനെ പോകും. a raised to 8 ആയിരുന്നു ഫസ്റ്റ് ടൈമെങ്കിൽ അടുത്തതിൽ അത് a raised to 7 ആവും. പക്ഷെ അപ്പോൾ എന്തുകൂടി വരും? ബിയും കൂടെ വരും. അടുത്തതിൽ അത് a raised to 6 ആവും, അപ്പോൾ ബിയുടെ പവർ കൂടും, b സ്ക്വയർ എന്നാവും. ഇങ്ങനെ പോകണം. മനസ്സിലായത്? ഇതാണ് അതിൻ്റെ രീതി. അപ്പോൾ അതനുസരിച്ച് a plus b ഹോൾ raised to 5 കണ്ടോ? തുടങ്ങി എങ്ങനെ നോക്കിയേ? എങ്ങനെ തുടങ്ങി? 5C0 a raised to 5 കണ്ടോ? ഇനി എന്ത് സംഭവിക്കുന്നത്? 5C0 എന്താവും? 5C1 ആവും, എയുടെ പവർ കുറയും, a raised to 4 ആവും, b കൂടി വരും. അടുത്ത ടൈമിൽ അത് 5C1 മാറി 5C2 ആവും, എയുടെ പവർ വീണ്ടും കുറയും, അപ്പോൾ a ക്യൂബ് എന്നാവും. a ക്യൂബ് എന്നാണ് കേട്ടോ, a ക്യൂബ് എന്നാവും. ബിയുടെ പവർ കൂടി b സ്ക്വയർ എന്നാവും. അടുത്ത ടൈമിൽ അത് 5C2 5C3 ആവും, എയുടെ പവർ വീണ്ടും കുറയുന്നു, a ക്യൂബ് മാറി a സ്ക്വയർ ആവും, ബിയുടെ പവർ കൂടുന്നു, b ക്യൂബ് എന്നാവും. അടുത്ത ടൈമിൽ 5C3 5C4 ആവും, എയുടെ വീണ്ടും പവർ കുറഞ്ഞ് a സ്ക്വയർ എന്നുള്ളത് a raised to 1, ദാറ്റ് മീൻസ് a എന്നാവും, ബിയുടേത് b raised to 4 ആവും. അടുത്ത ടൈമിൽ 5C4 5C5 ആവും, എയുടെ പവർ വീണ്ടും കുറയുന്നു പറഞ്ഞാൽ a ഇല്ലാതാവുന്നു, b raised to 5 എന്ന് വരുന്നു. ഇത് മനസ്സിലായോ? ആ, അതെ 5C5 മാത്രം. പിന്നെ ഇനി അങ്ങോട്ട് എഴുതാൻ ടൈം ഇല്ലല്ലോ. പിന്നെ എഴുതണമെങ്കിൽ 5C6 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല, കാരണം NCRൽ എപ്പോഴും ഒരിക്കലും 6n വലുതാവാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ 8 ഹോൾ റേസ്ഡ് ടു 8 ആയിരുന്നെങ്കിൽ എവിടെ അവസാനിച്ചാൽ? 8C8 b raised to 8 അവസാനിക്കും. തുടങ്ങുന്നത് എങ്ങനെയായിരിക്കും? a raised to 8. അപ്പോൾ സ്റ്റാർട്ടിങ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പം എഴുതാൻ അല്ലേ? ക്ലിയർ ആയോ? നല്ലപോലെ മനസ്സിലായോ? ഇനി a plus b ഹോൾ raised to 5ന്റെ സ്ഥാനത്ത് a minus b ഹോൾ raised to 5 ആണെങ്കിൽ എന്താ സംഭവിക്കുക? a minus b ഹോൾ raised to 5 ആണെങ്കിൽ അതെ 5C0 raised to 5 minus 5C1 raised to 4b. പിന്നെന്ത് പറ്റും? അല്ല, വീണ്ടും പ്ലസ് ആവും. ഒന്നിടെ വിട്ട് പ്ലസ് മൈനസ് വരും. ഇങ്ങനെ ഉണ്ടോ? a minus b ഹോൾ raised to 5 5C0 a raised to 5 സ്റ്റാർട്ട് ചെയ്തു. ദെൻ അടുത്ത ടേം മൈനസ് ആവും. ബാക്കി ടേംസ് ഒക്കെ നേരത്തെ എഴുതി തന്നെ, ഒരു വ്യത്യാസമില്ല, നേരത്തെ പോലെ തന്നെ. ആകെ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണ്?
ആൾട്ടർനേറ്റ് പോസിറ്റീവ്, ഫസ്റ്റ് ടൈം പോസിറ്റീവ്, സെക്കൻഡ് നെഗറ്റീവ്, തേർഡ് പോസിറ്റീവ്, ഫോർത്ത് നെഗറ്റീവ്, ഫിഫ്ത്ത് പോസിറ്റീവ്, അങ്ങനെ പോകും. ഒന്നിടവിട്ട് പ്ലസ് മൈനസ് ആയിട്ട് പോകും എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ഈ 5C0 5C1 ഒക്കെ കാണാൻ അറിയാമല്ലോ. NC0 1 ആണ്, അത് ഓർത്ത് വയ്ക്കുക. NC0 = 1 ആണ്. NC1 n ആണ്. NCnഉം 1 ആണ്. NC0യും NCnഉം ഇത് രണ്ടും 1 ആണ്. NC1 n ആണ്. ബാക്കി നമുക്ക് കാണാൻ അറിയാം. 5C2 എങ്ങനെ കാണുക? 5C2 കാണാൻ 5ൽ തുടങ്ങി രണ്ടെണ്ണം 5 × 4 ബൈ താഴെ 1 × 2 ബൈ 8C3 എങ്ങനെ കാണുക? 8C3 8 × 7 × 6 by 1 × 2 × 3 അത്രേ ഉള്ളൂ. 8ൽ തുടങ്ങി 3 ഫാക്ടർ ന്യൂമറേറ്ററിൽ എഴുതണം. 8 × 7 × 6 ബൈ താഴെ 1 × 2 × 3. അപ്പം ഇത് ക്ലിയറായി മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ ഇതിനകത്ത് ഒരു പക്ഷേ ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്, ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഈ ബൈനോമിയൽ തിയറം ചോദിച്ചതിന് ശേഷം ഇത് പ്രൂവ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഇതാണല്ലോ ബൈനോമിയൽ തിയറം, a+b^n. നിങ്ങൾ അതിനകത്ത് എക്ക് 1ഉം ബിക്ക് എന്നും കൊടുത്ത് എന്ത് സംഭവിക്കുന്നു? ഓക്കെ, എക്ക് 1ഉം ബിക്ക് n അല്ല, ബിക്ക് എക്സും 1+x^n എന്നാവും അല്ലേ? എ കാണുന്നിടത്തെല്ലാം 1 കൊടുക്കുക, ബി കാണുന്നിടത്തെല്ലാം എക്സ് കൊടുക്കുക. അപ്പോൾ NC0 1^n എന്നായി, പ്ലസ് NC1 1^n - 1 × x പ്ലസ് NC2 1^n - 2x² പ്ലസ് NC3 1^n - 3x³ പ്ലസ് NCn x^n. ഇങ്ങനെയല്ലേ ആവുന്ന? 1^t ഏത് നമ്പർ വന്നാലും വാല്യൂ 1 തന്നെ അല്ലേ? അപ്പോൾ അതിങ്ങനെ ആവില്ലേ? NC0 × 1 NC0 എന്നാവും. ഇവിടെ ഈ 1 ആണ്, 1 × x x ആവും. അപ്പോൾ NC1 x വരും, ഇത് NC2 x² വരും, ഇവിടെ 1 × x³ ആവും, NC3 x³ പ്ലസ് എക്സെട്ര NCn x^n എന്നാവും. ഇതൊരു ഫോർമുലയായിട്ട് ഓർത്തിരിക്കണം. ഇതെങ്ങനെ കിട്ടി എന്നുള്ളതും പഠിക്കണം. പ്രൂവ് ദാറ്റ് എന്നും പറഞ്ഞ് ചോദിക്കും. അപ്പോൾ a+b^n എഴുതിയതിന് ശേഷം എക്ക് 1ഉം ബിക്ക് എക്സും കൊടുത്തപ്പോഴാണ് അത് കിട്ടുന്നത്. മനസ്സിലായോ? ഇനി അതിൽ നിന്ന് തന്നെ കിട്ടുന്ന മറ്റൊരു കാര്യമാണ് ഈ ഇപ്പോൾ കിട്ടിയ ഫോർമുല ഉണ്ടല്ലോ, അതിൽ നിങ്ങൾ എക്സിന് 1 കൊടുത്താൽ എന്ത് പറ്റും നോക്കിയേ? 1 + 1 2^n എന്നാവും. ഇവിടെ എന്ത് വരും? എക്സിന് 1 കൊടുക്കുക, അപ്പോൾ NC0 പ്ലസ് NC1 × 1 പ്ലസ് NC2 × 1² പ്ലസ് NC3 × 1³ പ്ലസ് എക്സെട്ര NCn × 1^n. കണ്ടോ? ഇങ്ങനെ ആവും. ദെൻ 1 + 1 2 ആണ്, അപ്പോൾ 2^n എന്നാവും. ഇവിടെ NC0 പ്ലസ് NC1 × 1 NC1 തന്നെ, NC2 × 1² അത് NC2 തന്നെയാണ്. അടുത്ത NC3 അങ്ങനെ ലാസ്റ്റ് NCn × 1^n 1 തന്നെയല്ലേ, × NCn NCn ആവും. അപ്പോൾ NC0 പ്ലസ് NC1 പ്ലസ് NC2 പ്ലസ് എക്സെട്ര NCn = 1 + 1 2 ആണ്, 2^n. ഇതും പ്രൂവ് ചെയ്യാൻ ഒരുപാട് തവണ ചോദിച്ചിട്ടില്ല, ഒരേ പ്രാവശ്യമേ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഫോർമുലയായിട്ട് കൂടി ഓർത്തിരിക്കണം. അതായത് NC0 NC1 NC2 അതിനെ നമ്മൾ ബൈനോമിയൽ കോഎഫിഷ്യൻസ് എന്നാണ് വിളിക്കുന്നത്. ബൈനോമിയൽ കോഎഫിഷ്യൻറ്റുകളുടെ സമ്മ് 2^n ആയിരിക്കുന്ന ബൈനോമിയൽ കോഎഫിഷ്യൻറ്റുകളുടെ സമ്മ് NC0 പ്ലസ് NC1 പ്ലസ് NC2 പ്ലസ് എക്സെട്ര NCnന്റെ വാല്യൂ 2. ഫോർ എക്സാമ്പിൾ 5C0 പ്ലസ് 5C1 പ്ലസ് 5C2 പ്ലസ് 5C3 പ്ലസ് 5C4 പ്ലസ് 5C5 എന്തായിരിക്കും? 2^5. അതാണ് 6C0 പ്ലസ് 6C1 പ്ലസ് 6C2 പ്ലസ് 6C3 പ്ലസ് 6C4 പ്ലസ് 6C5 പ്ലസ് 6C6. വാട്ട് ഈസ് ദ വാല്യൂ? 2^6. ഓക്കെ, ഇത് ഓർത്തിരിക്കണം. ചിലപ്പോൾ ഒരു മാർക്കിൻ്റെ ചോദ്യം എന്ന രീതിയിൽ ചോദിക്കാവുന്നതാണത്. ആ ഒരു ഫോർമുല ഓർത്ത് വെച്ച് തന്നാൽ മതി. അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇനി ഇതുപോലെ നമ്മൾ നേരത്തെ 1 + x^n പഠിച്ചില്ലേ, അതുപോലെ 1 - x^n വന്നാൽ എന്ത് സംഭവിക്കും? നമ്മൾ നേരത്തെ a−b1 - x^n വന്നാൽ ഇത് ഇങ്ങനെ 1 + x^n NC0 പ്ലസ് NC1x പ്ലസ് NC2x² അങ്ങനെയല്ലേ വന്നാൽ 1 - x^n വരുമ്പോൾ ഒന്നിട വിട്ട് പ്ലസും മൈനസും വരും. ക്ലിയർ ആയോ? ഇപ്പോൾ 1 - x^5 എന്ത് വരും? 5C0 മൈനസ് 5C1x പ്ലസ് ഉണ്ടാ ഒന്നിട വിട്ട് പ്ലസും. നേരെ മറിച്ച് 1 + x^5 ആയിരുന്നെങ്കിലോ എല്ലാം പ്ലസ്. 1 - x വരുമ്പോൾ ആൾട്ടർനേറ്റ് പോസിറ്റീവ് നെഗറ്റീവ്. 5C0 മൈനസ് 5C1x പ്ലസ് 5C2x² മൈനസ് 5C3x³ പ്ലസ് 5C4x4 മൈനസ് 5C5x5 ഉണ്ടോ? അവസാനത്തെ ടൈം -1. ഇവിടെ (6) ആയിരുന്നെങ്കിൽ ഒരു ടൈം കൂടി വരുമായിരുന്നു. 6C0 മൈനസ് 6C1x പ്ലസ് 6C2x² മൈനസ് 6C3x³ പ്ലസ് 6C4x4 മൈനസ് 6C5x5 പ്ലസ്
6c6 x റൈസ് ടു 6 പ്ലസ്സിലെ അവസാനിക്കൂ. കണ്ടോ? ഹോൾ റൈസ് ടു 7 ആയിരുന്നെങ്കിൽ മൈനസിൽ അവസാനിച്ചാൽ വരുന്നുണ്ടോ? ഓട് വരുന്ന അത് നമ്മൾ ഒന്നര വിട്ട് എഴുതി പോയാൽ മതി, അത് മനസ്സിലാവും. ക്ലിയർ ആയ പറഞ്ഞ അവിടെ തന്നെ വേറൊരു കാര്യം കൂടി ഓർത്തിരിക്കണം. നമ്മൾ നേരത്തെ ബൈനോമിയൽ കോയിഫിഷ്യൻറ്റുകളുടെ സം 2 എന്ന് പറഞ്ഞില്ലേ? എന്താണ്? 5c0 പ്ലസ് 5c1 പ്ലസ് 5c2 പ്ലസ് 5c3 പ്ലസ് 5c4 പ്ലസ് 5c5, അത് 2 എന്ന് പറഞ്ഞു അല്ലേ? ഇതിൽ തന്നെ ബൈനോമിയൽ കോയിഫിഷ്യന്റ് തന്നെ ഒന്നിനെ വിട്ട് പ്ലസും മൈനസും എടുത്ത് ചെയ്താൽ എന്ത് പറ്റും? ഇപ്പോൾ 6c0 മൈനസ് 6c1 പ്ലസ് 6c2 മൈനസ് 6c3 പ്ലസ് 6c4 മൈനസ് 6c5 പ്ലസ് 6c6, അത് 0 ആയിരിക്കും. ആൾട്ടർനേറ്റ് എല്ലാം പോസിറ്റീവ് ആയിരുന്നെങ്കിൽ എന്തായിരുന്നു തന്നെ വാല്യൂ? 2 പക്ഷെ ഒന്നിനെ വിട്ട് പ്ലസ് മൈനസ് വന്നപ്പോൾ അത് 0 ആയിരിക്കും എൻ്റെ വാല്യൂ. അതും ഓർത്തിരിക്കണം. അതിൽ ആ മൈനസ് എല്ലാം ഇപ്പുറത്ത് കൊണ്ടുവന്ന് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് എന്ത് പറ്റും നോക്കിയാൽ? പ്ലസ് മാത്രം ലെഫ്റ്റ് ഇട്ടിട്ട് മൈനസ് എല്ലാം ഞാൻ ഇപ്പുറം മാറ്റും. അപ്പോൾ എന്തൊക്കെ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ എന്ത് വരും? 6c0 പ്ലസ് 6c2 പ്ലസ് 6c4 പ്ലസ് 6c6, ഇത്രയും ലെഫ്റ്റ് വരും. ബാക്കിയെല്ലാം റൈറ്റിൽ പോകും. ഈക്വൽ ടു ഈ മൈനസ് 6c1 റൈറ്റിൽ പോകുമ്പോൾ 6c1 ആവും, മൈനസ് 6c3 റൈറ്റിൽ പോകുമ്പോൾ പ്ലസ് 6c3 ആവും, മൈനസ് 6c5 റൈറ്റിൽ പോകുമ്പോൾ പ്ലസ് 6c5, അത് ഇങ്ങനെ വരും. മനസ്സിലായ? അതായത് ഇപ്പോൾ ഇവിടെ ഈ ഒരു വേറൊരു പ്രോബ്ലം ഞാൻ ചെയ്താണ്. വെച്ചിട്ട് നോക്കിയാൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് 6c0 പ്ലസ് 6c2 പ്ലസ് 6c4 പ്ലസ് 6c6, ഇങ്ങനെ ഒരു ചോദ്യം വരിക. അപ്പോൾ ആദ്യം നമ്മളിവിടെ ഇതിൻ്റെ ഒരു ഈ എല്ലാ ബൈനോമിയൽ കോയിഫിഷ്യൻറ്റും ഉണ്ടോ അവിടെ? ഏത് മാത്രമേ ഉള്ളൂ? ഈവൻ നമ്പർ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അറിയാവുന്ന രണ്ട് കാര്യങ്ങളുണ്ട്, അത് രണ്ടും നമുക്ക് ആദ്യം എഴുതാം. ഒന്നാമത്തെ നമുക്കറിയാവുന്നത് ബൈനോമിയൽ കോയിഫിഷ്യൻറ്റുകളെല്ലാം കൂടെ ആഡ് ചെയ്താൽ 2 ആവുന്നു. അതായത് 6c0 പ്ലസ് 6c1 പ്ലസ് 6c2 പ്ലസ് 6c3 പ്ലസ് 6c4 പ്ലസ് 6c5 പ്ലസ് 6c6. വാട്ട് ഈസ് ഇറ്റ്? 2 എത്ര? 2 6 പ്രാവശ്യം മൾട്ടിപ്ലൈ എത്രയാ? 64. അപ്പോൾ അത് നമുക്കറിയാം, അത് നമ്മൾ ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. ഇനി ഇതേ ടേമുകൾ തന്നെ ആൾട്ടർനേറ്റ് പ്ലസ് മൈനസ് ഇട്ട് എഴുതിയാൽ എന്ത് പറ്റും? 0 വരും. അപ്പോൾ 6c0 മൈനസ് 6c1 പ്ലസ് 6c2 മൈനസ് 6c3 പ്ലസ് 6c4 മൈനസ് 6c5 പ്ലസ് 6c6 ഈക്വൽ ടു എന്ത് വരും? 0 വരും. ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഈ രണ്ട് ഇക്വേഷൻസ് ഒന്ന് ആഡ് ചെയ്യാം. ഇക്വേഷൻ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്യണം, റൈറ്റ് സൈഡ് ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ ഈ 6c0 പ്ലസ് 6c0 എന്ത് വരും? 2 ഇൻറ്റു 6c0 എന്ന് വരും. 6c1 മൈനസ് 6c1 ക്യാൻസൽ ആയി പോകും. 6c2 പ്ലസ് 6c2 2 ഇൻറ്റു 6c2 എന്നാവും. 6c3 മൈനസ് 6c3 ക്യാൻസൽ ആയി പോകും. 6c4 പ്ലസ് 6c4 2 ഇൻറ്റു 6c4 ആവും. 6c5 മൈനസ് 6c5 ക്യാൻസൽ ആയി പോകും. 6c6 പ്ലസ് 6c6 2 ഇൻറ്റു 6c6 എന്നാവും. ഈക്വൽ ടു റൈറ്റ് സൈഡ് 64 പ്ലസ് 0 64 ആവും. അപ്പോൾ എന്ത് ക്യാൻസൽ ആയി പോയി നോക്ക്? ഓട് വരുന്നതെല്ലാം ക്യാൻസൽ ആയി പോയി, ഈവൻ മാത്രം വരും. അതെല്ലാം 2 കൊണ്ട് മൾട്ടിപ്ലൈ, 2 കോമൺ എടുത്താൽ 2 ഇൻറ്റു 6c0 പ്ലസ് 6c2 പ്ലസ് 6c4 പ്ലസ് 6c6 ഈക്വൽ ടു 64 എന്നാവും അല്ലേ? 2 കോമൺ എടുത്താൽ ഈ 2 ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 6c0 പ്ലസ് 6c2 പ്ലസ് 6c4 പ്ലസ് 6c6 ഈക്വൽ ടു 64/2, ദാറ്റ് ഈസ് 32. കണ്ടോ? അത്രയും മനസ്സിലായ? 32. അത് ഇനി നമ്മൾ ഇക്വേഷൻ 1 എടുത്തേ. ഇക്വേഷൻ 1 ഇന്ന് 1 അല്ല 2, ഈ ഇക്വേഷൻ ഇന്ന് ഈ മൈനസ് ടേം എല്ലാം ഇപ്പുറത്തേക്ക് മാറ്റിയാൽ എന്ത് കിട്ടുമെന്നാണ് പറഞ്ഞത്? 6 മൈനസ് ടേം എല്ലാം റൈറ്റിലേക്ക് മാറ്റിയാൽ 6c0 പ്ലസ് 6c2 പ്ലസ് 6c4 പ്ലസ് 6c6 ഈക്വൽ ടു ഈ മൈനസ് എല്ലാം ഇപ്പുറത്ത് മാറ്റും. അപ്പോൾ എന്താവും? 6c1 പ്ലസ് 6c3 പ്ലസ് 6c5 എന്നാവത്തില്ലേ? ഇങ്ങനെ ആവും. കണ്ടോ? ഇതുപോലെ കണ്ടോ? പക്ഷെ അതിലിപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ 32 ആണ് വാല്യൂ എന്ന് പ്രൂവ് ചെയ്തു അല്ലേ? അപ്പോൾ 32 ഈസ് ഈക്വൽ ടു 6c1 പ്ലസ് 6c3 പ്ലസ് 6c5 എന്നായില്ലേ? അപ്പോൾ അതിൻ്റെ വാല്യൂ കിട്ടിയില്ലേ? അപ്പോൾ 6c0 പ്ലസ് 6c2 പ്ലസ് 6c4 പ്ലസ് 6c6 അതും 32 ആണ്. 6c1 പ്ലസ് 6c3 പ്ലസ് 6c5 അതും 32 ആണ്. ഇത് ഓഡ് മാത്രം വരുന്നതാണ്, ഓഡ് ബൈനോമിയൽ കോയിഫിഷ്യൻറ്റ്. ആദ്യം പറഞ്ഞത് ഈവൻ ബൈനോമിയൽ കോയിഫിഷ്യൻറ്റ്, രണ്ടും 32 ആണ് അല്ലേ? അതായത് ഒരു പൊതുവായിട്ടൊരു തിയറം ഉണ്ട്. എന്താണെന്നറിയോ?
ഓഡ് ബൈനോമിയൽ കോയിഫിഷ്യൻറ്റിൻ്റെ സം ഓഫ് ഓഡ് ബൈനോമിയൽ കോയിഫിഷ്യൻറ്റും സം ഓഫ് ഈവൻ ബൈനോമിയൽ കോയിഫിഷ്യൻറ്റും രണ്ടും 2n-1 ആയിരിക്കും. അതൊരു ഫോർമുലയായിട്ട് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. എല്ലാ ബൈനോമിയൽ കോഫിഷ്യൻറ്റുകളും ആഡ് ചെയ്താൽ 2n എന്ന് കിട്ടും. അതായത് ഇപ്പോൾ 6e0 പ്ലസ് 6e1 പ്ലസ് 6e2 പ്ലസ് 6e3 പ്ലസ് 6e4 പ്ലസ് 6e5 പ്ലസ് 6e6 2/6. ഇപ്പോൾ ഇവിടെ നോക്കിയേ, എല്ലാ ബൈനോമിയൽ കോഫിഷ്യൻ്റ് ആഡ് ചെയ്താൽ 2/6. പക്ഷേ ഈവൻ ബൈനോമിയൽ കോഫിഷ്യൻ്റ് മാത്രം ആഡ് ചെയ്താലോ 2n അല്ല, 2n-1 ആണ്. ഇവിടെ നോക്കൂ, 7c0 പ്ലസ് 7c2 പ്ലസ് 7c4 പ്ലസ് 7c6. ഇതെന്താണ്? ഈവൻ ബൈനോമിയൽ കോഫിഷ്യൻറ്റുകളുടെ സമ്മാണ് അല്ലേ? ഈ റൈറ്റ് ഇതോ 7c1 പ്ലസ് 7c3 പ്ലസ് 7c5 പ്ലസ് 7c7, അതോ ഓഡ് ബൈനോമിയൽ കോഫിഷ്യൻറ്റുകളുടെ സമ്മാണ്. എന്തായിരിക്കും ആൻസർ? 2n-1. n 7 അപ്പോൾ n-1 മീൻസ് 7-1 ദാറ്റ് ഇസ് 2/6 ആയിരിക്കും ആൻസർ. എന്നാൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിരുന്നെങ്കിലോ, അതായത് 7c0 പ്ലസ് 7c1 പ്ലസ് 7c2 പ്ലസ് 7c3 പ്ലസ് 7c4 പ്ലസ് 7c5 പ്ലസ് 7c6 പ്ലസ് 7c7, അതിൻ്റെ ആൻസർ എന്തായിരിക്കും? 2n ആയിരിക്കും, 2/7 ആയിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, സംശയമൊന്നുമില്ല അത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ഈ സെക്ഷനാണ്, നമ്മൾ ഈ എക്സ്പാൻഷനാണ്. ഇതാണ് നമുക്ക് കൂടുതലും ചോദിക്കാൻ സാധ്യത. അതാണ് ഇത്. എക്സ്പാൻഡ് a പ്ലസ് ബി ഹോൾ റൈസ്ഡ് ടു 4 മൈനസ് ഓഫ് a മൈനസ് ബി ഹോൾ റൈസ്ഡ് ടു 4. ഹെൻസ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് √3 പ്ലസ് √2 ഹോൾ റൈസ്ഡ് ടു 4 മൈനസ് ഓഫ് √3 മൈനസ് √2 ഹോൾ റൈസ്ഡ് ടു 4. അപ്പോൾ ആദ്യം a പ്ലസ് ബി ഹോൾ റൈസ്ഡ് ടു 4 കണ്ടുപിടിക്കണം. നമുക്ക് കാണാം a പ്ലസ് ബി ഹോൾ റൈസ്ഡ് ടു 4 എങ്ങനെ തുടങ്ങണം. a പ്ലസ് ബി ഹോൾ റൈസ്ഡ് ടു 10 ആകുമ്പോൾ എങ്ങനെ തുടങ്ങുന്നത്? അതെ, a പ്ലസ് ബി ഹോൾ റൈസ്ഡ് ടു 10 ആകുമ്പോൾ nc0 a റൈസ്ഡ് ടു 10 തുടങ്ങണം. അപ്പോൾ ഹോൾ റൈസ്ഡ് ടു 4 ആയതുകൊണ്ട് 4c0 a റൈസ്ഡ് ടു 4 എന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇനി എളുപ്പമാണ് അല്ലേ? ഇനി എന്ത് ചെയ്താൽ മതി? 4c0 മാറ്റി 4c1 ആക്കുക. a റൈസ്ഡ് ടു 4 പവർ കുറഞ്ഞ 3 എന്നാവും. എന്ത് കൂടി വരും? ബിയും കൂടി വരും. അടുത്ത ടൈമിൽ എന്ത് സംഭവിക്കും? 4c2 ആകും. എയുടെ പവർ എന്താവും? 2 ആവും. ബിയുടെ പവർ അത് കൂടും, അതും 2 ആവും. അടുത്ത ടൈം 4c3 ആവും. എയുടെ പവർ വീണ്ടും കുറയും, അപ്പം എ ആവും. ബിയുടെ പവർ കൂടും. അടുത്ത ടൈം 4c4 ആവും. എ വീണ്ടും കുറയും. വീണ്ടും കുറയാന്ന് പറഞ്ഞാൽ എ ഇല്ല, അപ്പം എ ഇല്ല അല്ലേ? ബിയുടെ പവർ കൂടി ബി റൈസ്ഡ് ടു 4 അവസാനിച്ചു. ഇനി ഉണ്ടോ? ഇനി സിംപ്ലിഫൈ ചെയ്താൽ മതി. 4c0 nc0 1. അപ്പോൾ 4c0 1 ഇൻറ്റു എ റൈസ്ഡ് ടു 4. 4c1 nc1 n ആണ്. അപ്പോൾ 4c1 4 ആണ്. 4a³ b പ്ലസ് 4c2 എങ്ങനെ എടുക്കുന്നത്? 4 ഇൻറ്റു 3 ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു എ സ്ക്വയർ ബി സ്ക്വയർ. 4c3 4ൽ തുടങ്ങി 3 എഴുതാം. 4 ഇൻറ്റു 3 ഇൻറ്റു 2 ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എ b³. 4c4 ncn 1 ആണ്. അപ്പോൾ 4c4 1 ആണ്. 1 ഇൻറ്റു ബി റൈസ്ഡ് ടു 4. ഇനി അതിനെ വാല്യൂ കണ്ടുപിടിച്ചു. 1 ഇൻറ്റു എ റൈസ്ഡ് ടു 4 അത് എ റൈസ്ഡ് ടു 4 ആണ്. പ്ലസ് 4a³ b. ഇവിടെ 2 4 ആയിട്ട് ക്യാൻസൽ ചെയ്യും. 2 ഇൻറ്റു 3 6 വരും. 6a സ്ക്വയർ ബി സ്ക്വയർ. ഇവിടെ 3 ക്യാൻസൽ ആയി പോയി, 2 ക്യാൻസൽ ആയി പോയിട്ട് 4 ആവും. 4ab³ പ്ലസ് ബി റൈസ്ഡ് ടു 4. എ പ്ലസ് ബി ഹോൾ റൈസ്ഡ് ടു 4 കിട്ടി. ഇനിയിപ്പോൾ എ പ്ലസ് ബി ഹോൾ റൈസ്ഡ് ടു 4 കിട്ടിയാൽ ഇക്വേഷൻ 1 എന്ന് കൊടുത്തോളൂ. ഇനി നമുക്ക് a മൈനസ് ബി ഹോൾ റൈസ്ഡ് ടു 4 എഴുതാൻ എളുപ്പമാണ്. ഇനി ഇത്രയും സ്റ്റെപ്പൊക്കെ എഴുതണോ? വേണ്ട. എന്ത് ചെയ്താൽ മതി? ഈ എ പ്ലസ് ബി ഹോൾ റൈസ്ഡ് ടു 4ൽ എന്താണോ ടേംസ് അതേ ടേംസ് തന്നെ ഉപയോഗിച്ചാൽ മതി. എന്ത് ചെയ്യണം? എന്ത് മാറ്റം വരുത്തണം? ആൾട്ടർനേറ്റ് പ്ലസും മൈനസും. ആദ്യത്തെ ടൈം പ്ലസ് ആയിരിക്കും, രണ്ടാമത്തത് മൈനസ് അല്ലേ? എ റൈസ്ഡ് ടു 4 മൈനസ് 4a³ b പ്ലസ് 6a സ്ക്വയർ ബി സ്ക്വയർ മൈനസ് 4ab³ പ്ലസ് ബി റൈസ്ഡ് ടു 4. അപ്പോൾ അത് എ മൈനസ് ബി ഹോൾ റൈസ്ഡ് ടു 4 ആയി. നമ്മൾ ചോദിച്ചത് എ പ്ലസ് ബി ഹോൾ റൈസ്ഡ് ടു 4 മൈനസ് ഓഫ് എ മൈനസ് ബി ഹോൾ റൈസ്ഡ് ടു 4 ആണ് ചോദിച്ചത് അല്ലേ? അപ്പോൾ ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2. ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 മീൻസ് ലെഫ്റ്റ് സൈഡ് മൈനസ് ചെയ്യണം, റൈറ്റ് സൈഡ് മൈനസ് ചെയ്യണം. ലെഫ്റ്റ് സൈഡ് മൈനസ് ചെയ്യുമ്പോൾ എ പ്ലസ് ബി ഹോൾ റൈസ്ഡ് ടു 4 മൈനസ് ഓഫ് എ മൈനസ് ബി ഹോൾ റൈസ്ഡ് ടു 4 ഈക്വൽ ടു റൈറ്റ് സൈഡ് മൈനസ് ചെയ്യുമ്പോൾ എ റൈസ്ഡ് ടു 4 മൈനസ് എ റൈസ്ഡ് ടു 4 ക്യാൻസൽ അല്ലേ? 4a³ b മൈനസ് 4 മൈനസ് ചെയ്യുക. അപ്പോൾ 4a³ b മൈനസ് 4a³ b മൈനസ് ആകുമ്പോൾ പ്ലസ് ആവും. 4a³ b പ്ലസ് 4a³ b 8a³ b എന്നാവും. 6a സ്ക്വയർ ബി സ്ക്വയർ മൈനസ് 6a സ്ക്വയർ ബി സ്ക്വയർ ക്യാൻസൽസ്. 4ab³ മൈനസ് 4ab³ അത് 8ab³ എന്നാവും. ബി റൈസ്ഡ് ടു 4 മൈനസ് ബി റൈസ്ഡ് ടു 4 അത് ക്യാൻസൽ. മനസ്സിലായ? ആൻസർ കിട്ടിയില്ലേ?
ഇവിടെ ചോദ്യം എ പ്ലസ് ബി ഹോൾ റേസ്റ്റ് 4 പ്ലസ് എ മൈനസ് ബി ഹോൾ റേസ്റ്റ് 4 ആയിരുന്നെങ്കിൽ ഈക്വേഷൻ 1 ഉം 2 കൂടെ ആഡ് ചെയ്തേനെ അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ എന്ത് വരുന്നതിന് എ റേസ്റ്റ് 4 പ്ലസ് എ റേസ്റ്റ് 4 2 എ റേസ്റ്റ് 4 എന്ന് വരും. ഈ 4a ക്യൂബ് ബിയും മൈനസ് 4a ക്യൂബ് ബിയും ക്യാൻസൽ ആയിപ്പോൾ 6a സ്ക്വയർ ബി സ്ക്വയർ പ്ലസ് 6a സ്ക്വയർ ബി സ്ക്വയർ 12a സ്ക്വയർ ബി സ്ക്വയർ എന്നാവും. 4ab ക്യൂബും മൈനസ് 4ab ക്യൂബും ക്യാൻസൽ ആവും. ബി റേസ്റ്റ് 4 പ്ലസ് ബി റേസ്റ്റ് 4 2b റേസ്റ്റ് 4 എന്നാവും. അപ്പം ഇതിൽ ഏത് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? ഇനി ഇവിടെ കൊണ്ട് ചോദ്യം അവസാനിക്കുന്നില്ല. എ പ്ലസ് ബി ഹോൾ റേസ്റ്റ് 4 മൈനസ് എ മൈനസ് ബി ഹോൾ റേസ്റ്റ് 4 കണ്ടിട്ട് എന്നിട്ട് പറയാണ് ഹെൻസ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് √3 പ്ലസ് √2 ഹോൾ റേസ്റ്റ് 4 മൈനസ് √3 മൈനസ് √2 ഹോൾ റേസ്റ്റ് 4. എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ വേണമെന്നില്ല. എക്ക് പകരം √3യും ബിക്ക് പകരം √2 കൊടുത്താൽ മാത്രം മതി, വേറെ ചെയ്യണം. നമ്മളിപ്പോൾ എഴുതി വെച്ച ഫോമുലയില്ലേ, അതിൽ എയുടെ സ്ഥാനത്ത് √3യും ബിയുടെ സ്ഥാനത്ത് √2 കൊടുത്താൽ പോരെ, അല്ലാതെ വീണ്ടും ഇതേപോലെ എക്സ്പാൻഷൻ ടേംസ് ഒക്കെ എഴുതണോ? വേണ്ട. അപ്പോൾ നമുക്കത് കൊടുക്കാം. നോക്കൂ എന്ത് ചെയ്യാം. എക്ക് പകരം √3യും ബിക്ക് പകരം √2 കൊടുക്കുന്നു. അപ്പോൾ √3 പ്ലസ് √2 ഹോൾ റേസ്റ്റ് 4 മൈനസ് √3 മൈനസ് √2 ഹോൾ റേസ്റ്റ് 4 ഈക്വൽ ടു ഇവിടെ എങ്ങനെ ആവും? 8 ഇൻറ്റു എക്ക് √3 അല്ലേ, 8 ഇൻറ്റു √3 the whole cube into b plus 8 into √3 into √2 the whole cube എന്നാവും അല്ലേ? ഇതുപോലെ ആവും അല്ലേ? അല്ലേ? ഈ √3 the whole cube എന്തുവാണ്? √3 the whole cube എന്ന് പറഞ്ഞാൽ √3 into √3 into √3 3 പ്രാവശ്യമാണ്. √3 into √3 3 ആവും, 3 ആവും. വീണ്ടും ഇൻറ്റു √3 അപ്പോൾ 3 എന്നാവും അല്ലേ? ഇൻറ്റു √2 പ്ലസ് 8 ഇൻറ്റു √3 ഇൻറ്റു √2 the whole cube. √2 3 പ്രാവശ്യം. √2 ഇൻറ്റു √2 ഇൻറ്റു √2 എന്ത് കിട്ടും? 2 then simplify 8 into 3 24 √3 into √2 it is root of 3 into 2 6 24 √6. ഇവിടെ 8 into 2 16 ആണ്. അവിടെ √3 into √6 വരും. 24 root plus 6 plus 16 √6 it is 40 √6. മനസ്സിലായോ? ഇതുപോലെ നിങ്ങൾക്ക് ഈ രണ്ടാമത്തെ ചോദ്യം ചെയ്തൂടെ? ഈ x+1 ഹോൾ റേസ്റ്റ് ടു 6 പ്ലസ് x-1 ഹോൾ റേസ്റ്റ് 6 എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണ്ടേ? ആദ്യം x+1 ഹോൾ റേസ്റ്റ് 6 എഴുതണ്ടേ? എങ്ങനെ എഴുതും? തുടക്കം എങ്ങനെയാ? അതെ 630 x റേസ്റ്റ് 6. ഇനി എന്ത് ചെയ്യും? 6c1 ആവും, 5 ആകും, ഇൻറ്റു 1 എന്ന് കൂടി വരും അല്ലേ? അടുത്തതിലോ 2 ആവും. അങ്ങനെ എഴുതി പോവാല്ലോ അല്ലേ? ഓക്കെ. ഇനി അത് എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന്റെ സിംപ്ലിഫിക്കേഷൻ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് x-1 ഹോൾ റേസ്റ്റ് 6 x+1 ഹോൾ റേസ്റ്റ് 6ന്റെ എക്സ്പാൻഷൻ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനിയിപ്പോൾ x-1 ഹോൾ റേസ്റ്റ് 6 എഴുതാൻ എളുപ്പമോ? എന്ത് ചെയ്താൽ മതി? സൈൻ ചേഞ്ച് ചെയ്താൽ മതി. 1 വിട്ട് പ്ലസ് മൈനസ് ആക്കിയാൽ മാത്രം മതി അല്ലേ? എന്നിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്താൽ പോരെ? കിട്ടുമല്ലേ? കിട്ടുമല്ലോ. അതിനുശേഷം √2 + 1 അത് ചോദിക്കുമ്പോൾ എക്സിന് വേറെ √2 കൊടുത്താൽ മാത്രം പോരെ? എക്സ് കാണുന്നിടത്തെല്ലാം √2 ആക്കിയാൽ മതിയല്ലോ, പോരെ? അത് ചെയ്യാൻ പറ്റൂലേ? അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. മിക്കവാറും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഉറപ്പായും ഉണ്ടാവും. മിക്കവാറും നല്ല ഒരു 99% ഉറപ്പിച്ച് പറയാം ഇതുപോലത്തെ ഒരു ചോദ്യം നമുക്കുണ്ടാവും. ഓക്കെ. അടുത്ത ചോദ്യമാണ് യൂസിങ് ബൈനോമിയൽ തിയറം ഫൈൻഡ് 99⁵. അതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഈ 99നെ നമ്മൾ 100 - 1 എന്ന് എഴുതും. അതെന്താ 98 + 1 എന്ന് എഴുതിയാലും പോലെ? എന്ത് 100 വെച്ച് എഴുതുന്നത്? 100 എഴുതുന്ന ഉദ്ദേശത്തോടെ 100ന്റെ പവർ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 98 + 1 എന്ന് എഴുതിയിട്ട് 98ന്റെ പവർ കണ്ടുപിടിക്കാൻ പറ്റുമോ? കാൽക്കുലേറ്റർ വേണ്ടേ? 100ന്റെ പവർ കണ്ടുപിടിക്കാൻ കാൽക്കുലേറ്റർ വേണോ? വേണ്ടല്ലോ. അപ്പോൾ അതാണ് ഈ 100 വെച്ച് എഴുതേണ്ട ഉദ്ദേശം. 100 - 1 ഹോൾ റേസ്റ്റ് 5. അപ്പോൾ a - b ഹോൾ റേസ്റ്റ് n ഫോം അല്ലേ? അപ്പോൾ എങ്ങനെ തുടങ്ങും? 100 × 5. ഇനി എളുപ്പമാണല്ലോ. അടുത്ത 5c1 ആവും, 100 × 4 × 1 എന്ന് വരും അല്ലേ? അടുത്ത 5c2 ആവും, 100 × 3. 100ന്റെ പവർ കുറഞ്ഞുകൊണ്ടിരിക്കണം, 1ന്റെ പവർ കൂടിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ പോകണം അല്ലേ? പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് a - b ആയതുകൊണ്ട് ടേംസ് എങ്ങനെ ആയിരിക്കണം? ആൾട്ടർനേറ്റ് ആയിട്ട് പോസിറ്റീവ് നെഗറ്റീവ് എഴുതി പോകണം. അത്രയേ ഉള്ളൂ. 100 × 5 എങ്ങനെ എഴുതാം? 100 5 പ്രാവശ്യം. കാൽക്കുലേറ്റർ വേണോ മൾട്ടിപ്ലൈ ചെയ്യാൻ? വേണ്ട. 100ന് 2 പൂജ്യമുള്ള. ഇപ്പോൾ റേസ്റ്റ് 5 ആകുമ്പോൾ എത്ര പൂജ്യം ഇടേണ്ടി വരും? 2 × 5 10 പൂജ്യം ഇടേണ്ടി വരും. 1 കഴിഞ്ഞ് 10 പൂജ്യം അല്ലേ?
അതെ സർ 100 റൈസ് ടു 4 ആകുമ്പോഴോ 8 100 റൈസ് 3 ആകുമ്പോഴോ 6 ആ രീതിയിൽ എഴുതി പോവാം അല്ലേ? അതെ സർ ഇങ്ങനെ എഴുതിയിട്ട് പിന്നെ അവസാനം നമ്മൾ കാൽക്കുലേറ്റർ വേണം ഉപയോഗിച്ചോ, കുഴപ്പമില്ല. അപ്പോൾ ഈ 102 റൈസ് ടു 4 എങ്ങനെ ചെയ്യും? 100 പ്ലസ് 2 ഹോൾ റൈസ് ടു 4 ചെയ്തൂടെ അത്? ഈ എക്സ്പാൻഷൻ നോക്കിയേ, എക്സ് സ്ക്വയർ പ്ലസ് 3/x ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. എക്സ് സ്ക്വയർ പ്ലസ് 3/x ദ ഹോൾ റൈസ് ടു 5, അതായത് എ പ്ലസ് ബി ഹോൾ റൈസ് ടു n. ആ എ എന്നുള്ള സ്ഥാനത്ത് എക്സ് സ്ക്വയർ, ബി എന്ന സ്ഥാനത്ത് 3/x. അപ്പോൾ എങ്ങനെ തുടങ്ങണം? ആ അത് NC0 a റൈസ് ടു 2n എന്നാ തുടങ്ങണ്ട അല്ലേ? ഇപ്പം NC0 എന്ന് പറഞ്ഞാൽ 5C0 a റൈസ് ടു 2n. എയുടെ സ്ഥാനത്താണ് എക്സ് സ്ക്വയർ, എന്നിൻ്റെ സ്ഥാനത്താണ് 5. അപ്പോൾ a റൈസ് ടു 2n എന്നുള്ളത് പകരം എക്സ് സ്ക്വയർ ദ ഹോൾ റൈസ് ടു 5. അടുത്ത ടൈമിൽ എന്താ സംഭവിക്കേണ്ടത്? 5C0 5C1 ആവും. എക്സ് സ്ക്വയർ ദ ഹോൾ റൈസ് ടു 5 ആണ്, അതെന്താവും? 4 ആവും. അടുത്ത ഇൻറ്റു 3/x എന്ന് കൂടി വരും അല്ലേ? ഇൻറ്റു 3/x എന്ന് കൂടി വരും. പിന്നെ അടുത്ത 5C1 മാറി 5C2 ആവും. ആ എക്സ് സ്ക്വയർ ഹോൾ റൈസ് ടു 3, അതായത് പവർ കുറയണം, റൈസ് ടു 4 എന്നുള്ളത് റൈസ് ടു 3 ആയി മാറണം. എക്സ് സ്ക്വയർ ഹോൾ റൈസ് ടു 3 ആവും. 3/xന്റെ പവർ കൂടും, അപ്പോൾ എന്താവും? ഇൻറ്റു 3/x എന്നാവും അല്ലേ? അടുത്ത ടേമിൽ 5C1 മാറി 5C1 മാറി 5C2 ആവും. എക്സ് സ്ക്വയർ ദ ഹോൾ റൈസ് ടു 4 എന്നുള്ളത് എക്സ് സ്ക്വയർ ദ ഹോൾ റൈസ് ടു 3 എന്നാവും. ആ എക്സ് സ്ക്വയറിന്റെ പവറാണ് കുറയുന്നത്, ശ്രദ്ധിക്കണേ. ഇൻറ്റു 3/x ദ ഹോൾ സ്ക്വയർ എന്നാവും. അടുത്ത ടൈം 5C3 ആവും. എക്സ് സ്ക്വയർ ദ ഹോൾ റൈസ് ടു 2 ആവും. 3/x ദ ഹോൾ റൈസ് ടു 3 ആവും. അടുത്തത് 5C3 മാറി 5C4 ആവും. എക്സ് സ്ക്വയർ ദ ഹോൾ റൈസ് ടു 1 ആവും. 3/xന്റെ പവർ ഹോൾ റൈസ് ടു 4 ആവും. അടുത്ത ടൈം ശ്രദ്ധിച്ചോളണേ, 5C4 5C5 ആവും. അടുത്ത ആ എക്സ് സ്ക്വയർ എന്ത് സംഭവിക്കും? ദാറ്റ് മീൻസ് ആ എക്സ് സ്ക്വയർ ടൈം ഇല്ലാതാവും അല്ലേ? അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. പലരും അവിടെ വെച്ച് അബദ്ധങ്ങൾ കാണിച്ചു കളയും. എന്ത് എഴുതിക്കുന്നറിയോ? ഈ എക്സ് സ്ക്വയർ കണ്ടുകൊണ്ട് അടുത്ത ടൈമിൽ എക്സ് റൈസ് ടു 1 എന്ന് എഴുതി വെച്ച് കളയും. അങ്ങനെയല്ല, എക്സ് സ്ക്വയറിൻ്റെ പവറാണ് കുറഞ്ഞു വരുന്നത്. ആദ്യം എക്സ് സ്ക്വയർ ദ ഹോൾ റൈസ് ടു 5 ആയിരുന്നു, പിന്നെ എക്സ് സ്ക്വയർ ദ ഹോൾ റൈസ് ടു 4 ആയി, പിന്നെ എക്സ് സ്ക്വയർ ദ ഹോൾ ക്യൂബ് ആയി, എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ആയി, എക്സ് സ്ക്വയർ ഹോൾ റൈസ് ടു 1 ആയി. അടുത്ത ടൈമിൽ അത് എക്സ് സ്ക്വയർ 1 എന്നുള്ള പവർ 0 ആകുക എന്ന് പറഞ്ഞാൽ ആ ഫാക്ടറിങ് ഇല്ലാതാവുകയാണ്. ഇൻറ്റു 3/xന്റെ പവർ കൂടുന്നു, 3/x ദ ഹോൾ റൈസ് ടു 5 എന്നാവുന്നു. മനസ്സിലായോ? ഇനി സിംപ്ലിഫിക്കേഷനേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എക്സ് സ്ക്വയർ ദ ഹോൾ റൈസ് ടു 5 നമുക്കറിയാമല്ലോ. ഈ എക്സ് റൈസ് ടു m ദ ഹോൾ റൈസ് ടു n വന്നാൽ എക്സ് റൈസ് ടു m ഇൻറ്റു n എന്നാ. അപ്പോൾ എക്സ് റൈസ് ടു 2 ദ ഹോൾ റൈസ് ടു 5 വന്നാൽ എക്സ് റൈസ് ടു 2 ഇൻറ്റു 5 10 അല്ലേ? എക്സ് സ്ക്വയർ ദ ഹോൾ റൈസ് ടു 4 8 ആവും. എക്സ് സ്ക്വയർ ദ ഹോൾ ക്യൂബ് ആവും, എക്സ് റൈസ് ടു 6 ആവും. ഇത് ആ രീതിയിൽ അങ്ങ് എഴുതി പോകും അല്ലേ? ഇതുപോലെ എഴുതാം. പിന്നെ ചെയ്യാൻ എളുപ്പമാണ്. നമ്മുടെ ക്യാൻസലേഷനൊക്കെ ഉണ്ട്. എക്സ് റൈസ് ടു 8 താഴെ എക്സും എന്ത് പറ്റും? എക്സ് റൈസ് ടു 7 ആവും. എക്സ് റൈസ് ടു 7 ആവും. കാരണം ഇവിടെ എക്സും മേളിൽ ഒരു എക്സ് ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ 7 എണ്ണമല്ലേ ഉള്ളൂ. എക്സ് റൈസ് 7 ആവും. ഇവിടെയോ സ്ക്വയറും എക്സ് റൈസ് 6 4 ആവും അല്ലേ? ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെ 6 എണ്ണം ഉണ്ട്. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 4 എണ്ണമായിട്ട് കുറയും അല്ലേ? എക്സ് റൈസ് ടു 4 ആവും. ആ രീതിയിൽ അത് എഴുതിപ്പോയിക്കൂടെ? ഇത് മനസ്സിലായോ? അപ്പം ഇത് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. ഇതേപോലത്തെ ചോദ്യങ്ങൾ, ഇതേപോലുള്ള എക്സ്പാൻഷൻ. അതുപോലെ തന്നെയാണ് ഇതും. എക്സ്പ്ലെയിൻ ചെയ്യണോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം, ഫുള്ള് പറയുന്നില്ല. നോക്കൂ, a മൈനസ് ബി ഹോൾ റൈസ് ടു n ഫോം എങ്ങനെ തുടങ്ങണം? ആ ദ ഹോൾ റൈസ് ടു 4. അടുത്ത എന്ത് സംഭവിക്കും? മൈനസ് ആവും. മൈനസ് ആണ്. എന്തുകൊണ്ടാണ് മൈനസ് ആവുന്നത്? a മൈനസ് ബി ഹോൾ റൈസ് ടു 10 ഉണ്ട്. ഒന്നിൻ്റെ വിട്ട് പ്ലസ് മൈനസ് അവരുടെ മൈനസ് 4C0 4C1 ആവും. പിന്നെ എന്ത് പറ്റും? 3 ആവും. എന്തുകൂടി വരും? ഇൻറ്റു x/2 കൂടി വരും. അടുത്ത ടൈമിൽ അത്
പ്ലസ് ആണ്, പ്ലസ് 4c2 ആകും. ഇതെന്താവും? 2 by x square whole raised to 2 ഹോൾ റൈസ് ടു 2 ആവും. എക്സ് ബൈ ടുവിൻ്റെ അവിടെ എന്ത് സംഭവിക്കും? whole square. എക്സ് ബൈ ടു ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, അടുത്ത ടൈമിൽ 4c3 മൈനസ് 4c3 ആവും. 2 by x സ്ക്വയർ ഹോൾ സ്ക്വയർ എന്നുള്ളത് എന്താവും? ഹോൾ റൈസ് ടു 1 ആവും. പിന്നെ എന്ത് വരും? എക്സ് ബൈ ടു ഹോൾ ക്യൂബ് എന്ന് വരും. അടുത്ത ടൈമാണ് ശ്രദ്ധിക്കേണ്ടത്. പ്ലസ് 4c4 2 by x സ്ക്വയർ ഹോൾ റൈസ് ടു 1 എന്നുള്ളത് എന്ത് സംഭവിക്കും? 1 ആയി മാറും. അതുണ്ടാവില്ല അല്ലേ? ആ ഫാക്ടർ ഉണ്ടാവില്ല അല്ലേ? കാരണം ഹോൾ റൈസ് ടു 1 ആണ്, അത് ഹോൾ റൈസ് ടു 0 എന്നാവും എന്ന് പറഞ്ഞാൽ ആ ഫാക്ടർ ഇല്ലാതാവും. പവർ 0 ആകുക എന്ന് പറഞ്ഞാൽ ആ ഫാക്ടർ ഇല്ല. പിന്നെ എക്സ് ബൈ ടു ദ ഹോൾ റൈസ് ടു 4 എന്നാവും. മനസ്സിലായോ? മനസ്സിലായി സർ. അപ്പോൾ ഈ പ്രോബ്ലത്തിന് ഈ സ്റ്റെപ്പ് എഴുതിയാൽ തന്നെ 2 മാർക്കിനോ 3 മാർക്കിനോ ആയിരിക്കും ചോദിക്കുന്നത്. 3 മാർക്കാണെങ്കിൽ ഈ ഒറ്റ സ്റ്റെപ്പ് എഴുതിയാൽ തന്നെ 1.5 മാർക്ക് അങ്ങ് വീഴും. ബാക്കിയുള്ള സിംപ്ലിഫിക്കേഷൻ പകുതി മാർക്കേ ഉള്ളൂ. അപ്പോൾ ഇത് മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൽ ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി സർ. അതുപോലെ തന്നെ ഇതെല്ലാം ചെയ്യാവുന്ന, ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, ഫോക്കസ് ഏരിയ മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ഓക്കേ സർ. ഇതത്ര സാധ്യത കുറവാണ്, എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. യൂസ് ബൈനോമിയൽ തിയറം ടു പ്രൂവ് ദാറ്റ് 9 raised to n plus 1 minus 8n minus 9 is divisible by 4 എന്നുള്ളത് divisible by 64. ഈ എക്സ്പ്രഷനെ 64 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അതിനായിട്ട് ചെറിയ കാര്യം പറഞ്ഞിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. ഒരു നമ്പർ 5ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറഞ്ഞാൽ നമുക്കതിനെ എങ്ങനെ എഴുതാം? എന്താ 5ൻ്റെ മൾട്ടിപ്പിൾ? 5, 10, 15 ഇതല്ലേ 5ൻ്റെ മൾട്ടിപ്പിൾ? 5 എന്ന് പറഞ്ഞാൽ 5 into 1 എന്നാ, 10 എന്ന് പറഞ്ഞാൽ 5 into 2 എന്നാ, 15 എന്ന് പറഞ്ഞാൽ 5 into 3 എന്നാ, 20 എന്ന് പറഞ്ഞാൽ 5 into 4 എന്നാ. ദാറ്റ് മീൻസ് 5ൻ്റെ മൾട്ടിപ്പിൾ മീൻസ് 5 into എ നാച്ചുറൽ നമ്പർ എന്നാ അല്ലേ? അപ്പം ഞാൻ പറയുകയാണ് എം ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5. എം 5ൻ്റെ മൾട്ടിപ്പിൾ ആണ് എന്ന് പറഞ്ഞാൽ ആ എമ്മിനെ നമുക്ക് 5n എന്ന് എഴുതാം. മനസ്സിലായോ? അപ്പോൾ 40 മൾട്ടിപ്പിൾ ഓഫ് 5 കാരണം 40 5 into 8 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ ആ ഒരു കാര്യം ക്ലിയർ ആയല്ലോ. അപ്പോൾ ഞാൻ പറയാണ് ഒരു എം ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 7. നിങ്ങൾക്ക് എന്ത് എഴുതാം? 7n എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം കൂടി. ഈ ഞാനൊരു 42 അതിനെ ഞാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. നമുക്ക് ഡിവൈഡ് ചെയ്യാൻ അറിയാം, താഴെ നിന്ന് വളരെ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. 42നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 8 അല്ലേ? 8 into 5 40, റിമൈൻഡറായിട്ട് ശിഷ്ടമായിട്ട് 2 കിട്ടും. 42നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ കിട്ടുന്ന 8 അതിനെ നമ്മൾ കോഷ്യൻ്റ് എന്നാണ് വിളിക്കുന്നത് അല്ലേ? ഇതിനെ നമ്മൾ റിമൈൻഡർ എന്ന് വിളിക്കുന്നത് അല്ലേ? ഏത് കൊണ്ടാണ് ഡിവൈഡ് ചെയ്ത്? 5 കൊണ്ടല്ലേ? അതിനെ നമ്മൾ ഡിവൈസർ എന്ന് വിളിക്കും അല്ലേ? 42വിനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത്, നമ്മൾ അതിനെ ഡിവിഡൻ്റ് എന്ന് വിളിക്കും. അപ്പോൾ 42 എന്ന ഡിവിഡൻറ്റിനെ 5 എന്ന ഡിവൈസർ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കോഷ്യൻ്റായിട്ട് 8ഉം റിമൈൻഡറായിട്ട് 2ഉം കിട്ടി. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ച് നോക്കുക. ഈ 5 into 8 പ്ലസ് 2 എടുത്താൽ എന്ത് കിട്ടും? 5 into 8 plus 2 42. ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളാം. 5 into 8 മീൻസ് ഡിവൈസർ ഇൻറ്റു കോഷ്യൻ്റ് പ്ലസ് റിമൈൻഡർ is equal to dividend അല്ലേ? 42 is equal to 5 into 8 plus 2. That means dividend is equal to divisor into quotient plus remainder. അപ്പോൾ ഇത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യത്രേ ഉള്ളൂ. 42വിനെ ഈ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8 കോഷ്യൻറ്റും 2 റിമൈൻഡറുമാണെന്നല്ലേ എൻ്റെ അർത്ഥം അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എം ഇസ് ഈക്വൽ ടു എൻ ക്യൂ പ്ലസ് ആർ എന്ന് കണ്ടാൽ എന്ത് മനസ്സിലാവും? എം ഇസ് ഈക്വൽ ടു എൻ ക്യൂ പ്ലസ് ആർ എന്ന് കണ്ടാൽ എന്ത് മനസ്സിലാക്കും? എമ്മിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ക്വോഷ്യന്റ് ക്യൂ കിട്ടും, റിമൈൻഡർ ആർ കിട്ടും. ഇതാണ് എൻ്റെ അർത്ഥം. എം ഇസ് ഈക്വൽ ടു എൻ ക്യൂ പ്ലസ് ആർ എന്ന് കണ്ടാൽ അർത്ഥം ഇതാണ്. എമ്മിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ക്വോഷ്യന്റ് ക്യൂവും റിമൈൻഡർ ആറും. അപ്പോൾ ഇതായി നോക്കിയേ, എം ഇസ് ഈക്വൽ ടു 7n plus 3 എന്ത് പറയാം?
n എമ്മിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7 7 കോഷ്യന്റ് കിട്ടും, remainder റിമൈൻഡർ 3 കിട്ടും. നമുക്ക് ഞാൻ ഇപ്പോൾ ഇതിനകത്ത് പ്രാധാന്യം കൊടുക്കാൻ പോകുന്ന റിമൈൻഡറിന്റെ കാര്യമാണ്. എം ഇസ് ഈക്വൽ ടു സം നമ്പർ ഇൻറ്റു എൻ പ്ലസ് 3 എന്ന് കണ്ടാൽ ആ എമ്മിനെ ആ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ പ്ലസ് എന്ന് വരുന്ന നമ്പർ എന്താണോ അത് റിമൈൻഡറായി കിട്ടും എന്നതിൻ്റെ അർത്ഥം അല്ലേ? അതെ സർ. ആണല്ലോ. അപ്പോൾ ആ ഒരു എം ഇസ് ഈക്വൽ ടു 8 10 പ്ലസ് 5 എന്ത് മനസ്സിലാക്കും? എമ്മിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ക്വോഷ്യന്റ് 8 ക്വസ്റ്റ്യൻ 8ഉം റിമൈൻഡർ 5ഉം. ഞാനിപ്പോൾ പറഞ്ഞല്ലോ നമ്മളിവിടെ എടുക്കാൻ പോകുന്ന ഏതിൻ്റെ കാര്യം, റിമൈൻഡറിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. റിമൈൻഡർ 5 കിട്ടും. മീൻസിക്കൽ 8 10 പ്ലസ് 3 എന്നായിരുന്നെങ്കിലോ റിമൈൻഡർ 3 കിട്ടും. ഓക്കെ, ശരി. ഇനി നമുക്ക് ഇപ്പോൾ പറഞ്ഞ കാര്യം എടുക്കാം. ഈ രണ്ട് കാര്യങ്ങൾ ആദ്യം നമുക്ക് ഈ കാര്യം തന്നെ എടുക്കാം. ഡിവിസിബിൾ ബൈ 64 എന്ന ഏതാ 9 റൈസ് ടു 10 പ്ലസ് 1 മൈനസ് 8 10 മൈനസ് 9 ഈസ് ഡിവിസിബിൾ ബൈ 64. 64 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നാ പ്രൂവ് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് 64 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ 64ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് അല്ലേ? 64ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറയണമെങ്കിൽ 64 ഇൻറ്റു n എന്ന് എഴുതിയാൽ പോരെ? മതി. 64 ഇൻറ്റു n, ദാറ്റ് മീൻസ് 64 ഇൻറ്റു എ നാച്ചുറൽ നമ്പർ എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഈ 9 റൈസ് ടു 10 പ്ലസ് 1 മൈനസ് 8 10 മൈനസ് 9 64 ഇൻറ്റു എ നാച്ചുറൽ നമ്പർ എന്ന് എഴുതിയാൽ മതി. അപ്പോൾ അത് തെളിയിക്കാൻ വേണ്ടി ഞാൻ തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയോ? ഈ ഒരു പ്രോബ്ലത്തിൽ തുടക്കം ഓർത്ത് വയ്ക്കണം. 9 റൈസ് ടു n പ്ലസ് 1 ആണ് ഇതിൽ ആദ്യത്തെ ടേം. ഞാൻ ചെയ്യാൻ പോകുന്നത് 1 പ്ലസ് എക്സ് ദ ഹോൾ റൈസ് ടു n പ്ലസ് 1 എന്ന് പറഞ്ഞ് തുടങ്ങും. 1 പ്ലസ് എക്സ് ദ ഹോൾ റൈസ് ടു 10 പ്ലസ് 1. നമ്മൾ 1 പ്ലസ് എക്സ് ദ ഹോൾ റൈസ് ടു n പഠിച്ചിട്ടുണ്ട്. ഈ ബോക്സിൽ കാണുന്ന ഫോർമുല nc0 പ്ലസ് nc1x പ്ലസ് nc2x സ്ക്വയർ പ്ലസ് എക്സെട്ര ncnx റൈസ് ടു n. ഇതാണ് 1 പ്ലസ് എക്സ് ദ ഹോൾ റൈസ് ടു n. അപ്പോൾ 1 പ്ലസ് എക്സ് ദ ഹോൾ റൈസ് ടു n പ്ലസ് 1 ആകുമ്പോൾ എന്തായിരിക്കും? എന്നിന് പോലെ n പ്ലസ് 1 ആക്കിയാൽ മതി. അപ്പോൾ എന്ത് വരും? n പ്ലസ് 1 c0 പ്ലസ് nc1 എന്ന് പറഞ്ഞാൽ n ഇൻറ്റു c1 എന്നല്ല, അതൊരു സിമ്പിളാണ്. nc1 ncr n പ്ലസ് 1 c1 ഇൻറ്റു എക്സ് പ്ലസ് n പ്ലസ് 1 c2 എക്സ് സ്ക്വയർ അല്ലേ? പ്ലസ് എക്സെട്ര n പ്ലസ് 1 c n പ്ലസ് 1 എക്സ് റൈസ് ടു n പ്ലസ് 1 എന്നായിരിക്കും അവസാനിക്കുക അല്ലേ? ഉണ്ടല്ലോ, ഇതാണ് 1 പ്ലസ് 1 c0 പ്ലസ് n പ്ലസ് 1 c1 എക്സ് പ്ലസ് n പ്ലസ് 1 c2 എക്സ് സ്ക്വയർ പ്ലസ് n പ്ലസ് 1 c3 എക്സ് ക്യൂബ് എക്സെട്ര ലാസ്റ്റ് അവസാനിക്കുന്ന n പ്ലസ് 1 c n പ്ലസ് 1 എക്സ് റൈസ് ടു n പ്ലസ് 1 എന്ന് അവസാനിക്കും. എന്നിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന ഈ എക്സിന് പകരം 8 കൊടുക്കുന്നു. 8 കൊടുക്കണമെന്ന് എങ്ങനെ മനസ്സിലായി? ഇതിൻ്റെ ആദ്യത്തെ ടൈം നോക്കിയിട്ടാ 9 റൈസ് ടു 10 പ്ലസ് 1 അല്ലേ ആദ്യത്തെ ടൈം. അപ്പോൾ ഈ 1 പ്ലസ് എക്സ് ഹോൾ റൈസ് ടു 10 പ്ലസ് 1 അല്ലേ നമ്മൾ എഴുതിയത്. ആ 9 റൈസ് ടു 10 പ്ലസ് 1 കൊടുക്കിട്ടണമെങ്കിൽ എക്സിന് 8 കൊടുത്താലല്ലേ പറ്റൂ. അതിനാണ് എക്സിന് അവിടെ 8 കൊടുത്തത്. അപ്പോൾ 1 പ്ലസ് 8 മീൻസ് 9 റൈസ് ടു 10 പ്ലസ് 1 എന്നാവും അല്ലേ? മനസ്സിലായാ? അപ്പോൾ എക്സിന് 8 കൊടുക്കുക. എക്സിന് 8 കൊടുത്തപ്പോൾ എന്ത് പറ്റും നോക്കിയേ? 1 പ്ലസ് 8 ഹോൾ റൈസ് ടു 10 പ്ലസ് 1 ഈക്വൽ ടു ആ എക്സ് കാണുന്നിടത്തെല്ലാം 8 കൊടുക്കുക. അപ്പോൾ എന്ത് വരും? അടുത്ത ടൈം n പ്ലസ് 1 c0 പ്ലസ് അടുത്ത ടൈം n പ്ലസ് 1 c1 ഇൻറ്റു 8. അടുത്ത ടൈം n പ്ലസ് 1 c2 ഇൻറ്റു 8 സ്ക്വയർ. അടുത്തത് n പ്ലസ് 1 c3 ഇൻറ്റു 8 ക്യൂബ് പ്ലസ് എക്സെട്ര ലാസ്റ്റ് n പ്ലസ് 1 cn പ്ലസ് 1 ഇൻറ്റു 8 റൈസ് ടു n പ്ലസ് 1 അല്ലേ? ഓക്കെ, അടുത്ത 1 പ്ലസ് 8 9 ആണ്. അപ്പോൾ 9 റൈസ് ടു n പ്ലസ് 1 ഈസ് ഈക്വൽ ടു n പ്ലസ് 1 c0. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് nc0 1 ആണ്. 5c0 4c0 7c0 എന്ത് വന്നാലും വാല്യൂ 1 ആണ്. അപ്പോൾ n പ്ലസ് 1 c0 അതും 1 തന്നെയാണ് അല്ലേ? 1 പ്ലസ് nc1 n ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ n പ്ലസ് 1 c1 എന്ന് പറയുന്നത് n പ്ലസ് 1 ആണ്. 5c1 5 7c1 7. അപ്പോൾ n പ്ലസ് 1 c1 n പ്ലസ് 1 ഇൻറ്റു 8 പ്ലസ് അടുത്ത ടേമിനൊന്നും മാറ്റമില്ല, അതേപോലെ എഴുതി. ഒരു ചേഞ്ചും വരുത്തില്ല. ആദ്യത്തെ 2 ടേമുകൾ മാത്രമേ ഇങ്ങനെ മാറ്റി എഴുതിയുള്ളൂ. പിന്നത്തെ എല്ലാം അതേപോലെ എഴുതി. n പ്ലസ് 1 c2 8 സ്ക്വയർ പ്ലസ് n പ്ലസ് 1 c3 8 ക്യൂബ് പ്ലസ് എക്സെട്ര ബാക്കി എല്ലാം അതുപോലെ എഴുതി. ലെഫ്റ്റ് സൈഡിന് n റൈസ് ടു 10 പ്ലസ് 1 മാറ്റമില്ല, അതേപോലെ എഴുതി. ആദ്യത്തെ ടൈം മാറ്റമില്ല, അതുപോലെ എഴുതി. ഇവിടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തു. 8 10 പ്ലസ് 8 എന്ന് മൾട്ടിപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞുള്ള ടേമുകളെല്ലാം അതുപോലെ തന്നെ നമ്മൾ എഴുതി. ഒരു ചേഞ്ച് വരുത്തിയില്ല, അതുപോലെ എഴുതി. അത്രയും നിർത്തിയിട്ട് നമുക്കൊരു കാര്യം നമുക്ക് നോക്കാം. നമ്മൾ എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത് നോക്കാം. നോക്കൂ, 9 റൈസ് ടു n
പ്ലസ് വൺ മൈനസ് 8n മൈനസ് 9 എന്നാ അല്ലേ? ഒന്ന് മനസ്സിൽ വെച്ചോളണേ. 9 റൈസ്ഡ് ടു n പ്ലസ് 1 മൈനസ് 8n മൈനസ് 9. എന്ത് ചെയ്യണം? അപ്പോൾ നമുക്കറിയാം. പറയൂ. ഈ 1 പ്ലസ് 8 ആഡ് ചെയ്ത് 9 എന്നാക്കാം അല്ലേ? അപ്പോൾ ഇങ്ങനെ ആവും. 9 റൈസ്ഡ് ടു 10 പ്ലസ് 1 ഈക്വൽ ടു 8n. 1 പ്ലസ് 8 9, 8n പ്ലസ് 9. ബാക്കി ടൈമൊന്നും ഒരു മാറ്റവും ഇല്ല, അതുപോലെ എഴുതി. കേട്ടോ? ഇത്രയും മനസ്സിലായോ? ഇനി നമ്മൾ പ്രൂവ് ചെയ്യാനുള്ള എക്സ്പ്രഷൻ നമ്മുടെ മനസ്സിലുണ്ടല്ലോ. എന്തായിരുന്നു? അപ്പൊ എന്ത് ചെയ്യണമെന്ന് പറ. 8n പ്ലസ് 9 ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. ഉണ്ടോ? ഇപ്പൊ ഇങ്ങനെ ആയി. കണ്ടോ? n പ്ലസ് 1 c2 8 സ്ക്വയർ പ്ലസ് n പ്ലസ് 1 c3 8 ക്യൂബ് പ്ലസ് എക്സെട്ര n പ്ലസ് 1 c1 8 റൈസ്ഡ് ടു n പ്ലസ് 1. നിങ്ങൾ ഇപ്പോൾ റൈറ്റ് സൈഡ് നോക്കുക. 8ന്റെ സ്ക്വയർ എല്ലായിടത്തും കോമൺ ആയിട്ട് എടുത്തൂടെ? കാരണം 8 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 സ്ക്വയർ ഇൻറ്റു 8 എന്നാ അല്ലേ? അടുത്ത ടൈമിൽ 8 റൈസ്ഡ് 4 ഉണ്ടാവും, അത് 8 സ്ക്വയർ ഇൻറ്റു 8 സ്ക്വയർ എന്നാ. അടുത്ത ടൈമിൽ 8 റൈസ്ഡ് 5 ഉണ്ടാവും, അത് 8 സ്ക്വയർ ഇൻറ്റു 8 ക്യൂബ് എന്നാ. എല്ലായിടത്തും 8 സ്ക്വയർ കോമൺ ഉണ്ട് അല്ലേ? ആ 8 സ്ക്വയർ ഇഞ്ഞ് പുറത്തെടുക്കാമല്ലോ. പുറത്തെടുത്താൽ പിന്നെ ബ്രാക്കറ്റിനകത്ത് എന്തുണ്ട്? n പ്ലസ് 1 c2 എന്ന് വരും ആദ്യത്തെ ടൈമിൽ അല്ലേ? രണ്ടാമത്തെ ടൈമിൽ 8 സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ 8 ഉണ്ടാവുള്ളൂ. n പ്ലസ് 1 c3 ഇൻറ്റു 8 എന്ന് വരും. ഇങ്ങനെ എല്ലാ ടൈമിലും 8 സ്ക്വയർ എടുക്കാം. ലാസ്റ്റ് 8 n പ്ലസ് 1 ആണ് ലാസ്റ്റ് ടൈം. അവിടെയും 8 സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ആ സ്ക്വയർ എടുക്കുക എന്ന് പറഞ്ഞാൽ പവർ 2 കുറയുക എന്നാണ്. അപ്പോൾ n പ്ലസ് 1 എന്നുള്ളിടത്ത് 2 കുറയും. 2 കുറഞ്ഞാൽ എത്രയാവും? n മൈനസ് 1. ഒന്ന് കുറഞ്ഞാൽ n ആവും, വീണ്ടും ഒന്ന് കുറയുമ്പോൾ n മൈനസ് 1 ആവും. അപ്പോൾ അവിടെ n പ്ലസ് 1 c1 n പ്ലസ് 1 ഇൻറ്റു 8 റൈസ്ഡ് ടു n മൈനസ് 1 എന്നാവും. അത്രയും മനസ്സിലായോ? ലെഫ്റ്റ് സൈഡ് അതുപോലെ എഴുതി. റൈറ്റ് സൈഡ് 8 സ്ക്വയറിന് വരെ 64 എന്ന് എഴുതി. 64 ഇൻറ്റു ഈ ബ്രാക്കറ്റിനകത്ത് കാണുന്നത് എന്താണ്? NCRന്റെ അർത്ഥം? NCR എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോമ്പിനേഷൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് സെലക്ഷൻസ് ഓഫ് n തിങ്സ് ടേക്കൺ ആർ അറ്റ് എ ടൈം. അതിൽ നമ്മളിപ്പോൾ പഠിക്കുന്നത് പെർമിറ്റേഷൻ കോമ്പിനേഷൻ എന്ന ചാപ്റ്ററിലാണല്ലോ NCR എന്ന സിമ്പിൾ പരിചയപ്പെട്ടത്. 5C3 എന്ന് എഴുതിയ അർത്ഥം 5 എണ്ണമുണ്ട്, അതിൽ 3 എണ്ണം എടുത്ത് അറേഞ്ച് ചെയ്യുന്നുവെങ്കിൽ അറേഞ്ച്മെന്റുകളുടെ എണ്ണമാണ് 5C3 അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം NCR എന്ന് പറയുന്നത് എണ്ണമാണ്, അറേഞ്ച്മെന്റുകളുടെ എണ്ണമാണ്. എണ്ണം ഒരിക്കലും ഫ്രാക്ഷൻ വരില്ല. വരുമോ? ഹോൾ നമ്പേഴ്സേ വരത്തുള്ളൂ, നാച്ചുറൽ നമ്പേഴ്സേ വരത്തുള്ളൂ. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഈ n പ്ലസ് 1 c2 n പ്ലസ് 1 c3 എല്ലാം നാച്ചുറൽ നമ്പേഴ്സാണ് അല്ലേ? ഇതൊന്നും ഫ്രാക്ഷൻസ് വരില്ലല്ലോ. വരില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്നതും വീണ്ടും ഒരു നാച്ചുറൽ നമ്പർ തന്നെ ആയിരിക്കുമല്ലോ. ആയിരിക്കും. അപ്പം നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതിക്കൂടെ? 9 റൈസ്ഡ് ടു n പ്ലസ് 1 മൈനസ് 8n മൈനസ് 9 ഈക്വൽ ടു 64 ഇൻറ്റു ആ ബ്രാക്കറ്റിനകത്തുള്ളതിനെല്ലാം കൂടെ ചേർത്തിയ നാച്ചുറൽ നമ്പർ എന്ന് എഴുതാം അല്ലേ? ഇതിൻ്റെ അർത്ഥം എന്താ ഇങ്ങനെ എഴുതിയ? ഒരു എക്സ്പ്രഷനെ 64 ഇൻറ്റു എ നാച്ചുറൽ നമ്പർ എന്ന് എഴുതിയാൽ അതിനർത്ഥം അത് 64ന്റെ മൾട്ടിപ്പിൾ ആണ് എന്ന്. അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ? ഒരു നമ്പർ 5ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 5 ഇൻറ്റു എ നാച്ചുറൽ നമ്പർ എന്ന് എഴുതാം. ഫോർ എക്സാമ്പിൾ 20 5ന്റെ മൾട്ടിപ്പിളാ, നമുക്കതിനെ 5 ഇൻറ്റു 4 എന്ന് എഴുതാം. 30 5ന്റെ മൾട്ടിപ്പിളാ, 5 ഇൻറ്റു 6 എന്ന് എഴുതാം. 100 5ന്റെ മൾട്ടിപ്പിളാ, 5 ഇൻറ്റു 20 എന്ന് എഴുതാം. അപ്പോൾ 5ന്റെ മൾട്ടിപ്പിൾ മീൻസ് 5 ഇൻറ്റു എ നാച്ചുറൽ നമ്പർ എന്ന് എഴുതാം. 6ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിലോ 6 ഇൻറ്റു എ നാച്ചുറൽ നമ്പർ എന്ന് എഴുതാം. അപ്പോൾ 64 ഇൻറ്റു എ നാച്ചുറൽ നമ്പർ എന്ന് എഴുതിയാൽ അതിൻ്റെ അർത്ഥം എന്താ? 64ന്റെ മൾട്ടിപ്പിൾ. ഇപ്പം ഇത് 64 9 റൈസ്ഡ് ടു n പ്ലസ് 1 മൈനസ് 8n മൈനസ് 9 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 64. മൾട്ടിപ്പിൾ ഓഫ് 64 ആണെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം 64 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന. അപ്പോൾ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 64. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ടതിൻ്റെ തുടക്കമാണ്. എങ്ങനെയാ? അത് വെച്ച് തുടങ്ങണം. എന്നിട്ട് എന്ത് ചെയ്യണം? എക്സിന് 8 എന്ന് കൊടുക്കണം. എക്സ് കൊടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ട് ആ റൈറ്റ് സൈഡിൽ വരുന്നതിനകത്ത് നിന്ന് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എക്സ്പ്രഷനിൽ എന്തൊക്കെ ടൈം ഉണ്ടോ അതൊക്കെ കഴിഞ്ഞ് ലെഫ്റ്റിലോട്ട് മാറ്റണം അല്ലേ? അതുപോലത്തെ ഒരു ചോദ്യമാണ് ഇതും കൂടി. പ്രൂവ് ദാറ്റ് 6 റൈസ്ഡ് ടു n മൈനസ് 5n leaves the remainder 1 when divided by 25. 6 റൈസ്ഡ് ടു n മൈനസ് 5n-നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുമെന്ന് പ്രൂവ് ചെയ്യാം. അവിടെ നോക്കണം, നിങ്ങൾ എങ്ങനെ തുടങ്ങണം നോക്കുക. 6 റൈസ്ഡ് ടു n 6 റൈസ്ഡ് ടു n ആണ്, n പ്ലസ് 1 അല്ല. അപ്പോൾ എങ്ങനെയായിരിക്കും തുടങ്ങേണ്ടത്? 1 പ്ലസ് എക്സ് ദ ഹോൾ റൈസ്ഡ് ടു n എന്ന് തുടങ്ങിയാൽ മതി. നമ്മൾ നേരത്തെ 1 പ്ലസ് എക്സ് ഹോൾ റൈസ്ഡ് ടു n പ്ലസ് 1 എന്നാണ് തുടങ്ങിയതില്ലേ? അതെന്തായിരുന്നു കാര്യം?
9 raised to x plus 9 റൈസ്റ്റ് ടു n പ്ലസ് 1 ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 1 പ്ലസ് എക്സ് ഹോൾ റൈസ്റ്റ് ടു n, അത് എൻ സി 0 പ്ലസ് എൻ സി 1 എക്സ് പ്ലസ് എൻ സി 2 എക്സ് സ്ക്വയർ പ്ലസ് എൻ സി എൻ എക്സ് റൈസ്റ്റ് ടു n. ഇനി എക്സിന് എന്ത് കൊടുക്കണം? 5 കൊടുക്കണം. അപ്പോൾ 1 പ്ലസ് 5 ദ ഹോൾ റൈസ്റ്റ് ടു n എന്നാവും. എക്സ് കാണുന്നിടത്തല്ല 5 കൊടുത്തു. എൻ സി 0 പ്ലസ് എൻ സി 1 ഇൻറ്റു 5 പ്ലസ് എൻ സി 2 ഇൻറ്റു 5 സ്ക്വയർ പ്ലസ് എക്സെട്ര എൻ സി എൻ ഇൻറ്റു 5 റൈസ്റ്റ് ടു n. മനസ്സിലായോ? 1 പ്ലസ് 5 6 ആവും അല്ലേ? അപ്പോൾ 6 റൈസ്റ്റ് ടു n ഇസിക്കൽ ടു എൻ സി 0 1 ആണ്, 1 പ്ലസ് എൻ സി 1 n ആണ്, അപ്പോൾ n ഇൻറ്റു 5 പ്ലസ് ബാക്കിയുള്ളിടത്തൊന്നും ഞാൻ ചേഞ്ച് ഒന്നും വരുന്നില്ല. എൻ സി 2 ഇൻറ്റു 5 സ്ക്വയർ ആദ്യത്തെ മാത്രമേ എഴുതിയുള്ളൂ. എൻ സി 0ക്ക് 1 എഴുതി, എൻ സി 1ന് n എഴുതി, ബാക്കിയെല്ലാം അതുപോലെ എഴുതി. എൻ സി 2 ഇൻറ്റു 5 സ്ക്വയർ പ്ലസ് എൻ സി 3 ഇൻറ്റു 5 ക്യൂ പ്ലസ് എക്സെട്ര എൻ സി എൻ ഇൻറ്റു 5 റൈസ്റ്റ് ടു n. ദാറ്റ് ഈസ് 6 റൈസ്റ്റ് ടു n ഇസിക്കൽ ടു 1 പ്ലസ് n ഇൻറ്റു 5 മീൻസ് 5n പ്ലസ് എൻ സി 2 ഇൻറ്റു 5 സ്ക്വയർ പ്ലസ് എൻ സി 3 ഇൻറ്റു 5 ക്യൂ പ്ലസ് എക്സെട്ര എൻ സി എൻ ഇൻറ്റു 5 റൈസ്റ്റ് ടു n. ഏത് ടേമിനെ ലെഫ്റ്റിൽ കൊണ്ടുവരണം? 5n മാത്രം കൊണ്ടുവന്നാൽ മതി. നേരത്തെ 1നെ കൊണ്ടുവരണോ? വേണ്ട. എന്താ കാര്യം? പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന 6 റൈസ്റ്റ് ടു n മൈനസ് 5n ആണ്. അതുകൊണ്ടാണ് 5n മാത്രം കൊണ്ടുവരുന്നത് അല്ലേ? നേരെ മറിച്ച് 6 റൈസ്റ്റ് ടു n മൈനസ് 5n മൈനസ് 1 എന്നുണ്ടായിരുന്നെങ്കിലോ? അപ്പോൾ 1നെ കൂടെ കൊണ്ടുവന്നേനെ. ഓക്കെ, ഇപ്പോൾ 5n മാത്രം കൊണ്ടുവന്നു. 6 റൈസ്റ്റ് ടു n മൈനസ് 5n ഈക്വൽ ടു ബാക്കി എല്ലാ ടൈമും അതുപോലെ എഴുതി. 5n മാത്രം ലെഫ്റ്റ് വന്നു, ബാക്കിയെല്ലാം അതുപോലെ എഴുതി. 1 പ്ലസ് എൻ സി 2 ഇൻറ്റു 5 സ്ക്വയർ പ്ലസ് എൻ സി 3 ഇൻറ്റു 5 ക്യൂ പ്ലസ് എക്സെട്ര എൻ സി എൻ ഇൻറ്റു 5 റൈസ്റ്റ് ടു n. നിങ്ങൾ നോക്കുമ്പോൾ ഒരു കാര്യം കാണാം. ആദ്യത്തെ ടേം ഒഴിച്ചു നിർത്തിയാൽ ബാക്കി ടേമുകൾക്കെല്ലാം കോമൺ ഫാക്ടറായിട്ട് 5 സ്ക്വയർ ഉണ്ട് അല്ലേ? അപ്പോൾ അതും ഒഴിച്ച് ബാക്കി ടേമിൽ നിന്ന് കോമൺ ഫാക്ടർ എടുക്കാം. അപ്പോൾ ലെഫ്റ്റ് സൈഡ് മാറ്റമില്ല. 6 റൈസ്റ്റ് ടു n മൈനസ് 5n ഈക്വൽ ടു ഫസ്റ്റ് ടേം മാറ്റമില്ല 1 പ്ലസ് അടുത്ത ടൈമിൽ നിന്ന് ബാക്കി എല്ലാ ടൈമിൽ നിന്ന് 5 സ്ക്വയർ പുറത്തെടുക്കുന്നു. ഉണ്ടോ? ഇങ്ങനെ പുറത്തെടുക്കുന്നു. 5 സ്ക്വയർ പുറത്തെടുത്താൽ ആദ്യത്തെ ടൈമിൽ പിന്നെ എൻ സി 2 ആണുള്ളത്. രണ്ടാമത്തെ ടൈമിൽ 5 സ്ക്വയർ പുറത്തെടുത്താലോ? 5 സ്ക്വയർ മീൻസ് 5 ഇൻറ്റു 5 ഇൻറ്റു 5 എന്നാ. അപ്പോൾ 5 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തിരിക്കുക. അതിൽ 2 പ്രാവശ്യം കോമൺ ഫാക്ടറായിട്ട് എടുത്തു, പിന്നെ ഒരെണ്ണം ബാക്കിയുണ്ട് 5 എന്ന് പറഞ്ഞാൽ പവർ 2 കുറയും. അങ്ങനെ പോയി ലാസ്റ്റ് ടൈം വരുമ്പോൾ 5ന്റെ പവർ എത്രയാവും? അപ്പോൾ 5 റൈസ്റ്റ് ടു n മൈനസ് 2 എന്നാവും. ദാറ്റ് ഈസ് 6 റൈസ്റ്റ് ടു n മൈനസ് 5n ഇസ് ഈക്വൽ ടു 1 പ്ലസ് 5 സ്ക്വയർ മീൻസ് 25 ഇൻറ്റു ഈ ബ്രാക്കറ്റിൽ കാണുന്ന എല്ലാം കൂടെ ചേരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെയാണ് ഒരു നാച്ചുറൽ നമ്പറാണ്. ഞാൻ അതിന് കെ എന്ന് പേര് കൊടുത്തു. അപ്പോൾ 1 പ്ലസ് 25k. കെ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഈ കാണുന്ന ഈ ബ്രാക്കറ്റിനകത്ത് കാണുന്ന എല്ലാം കൂടെ സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്നതാണ്. അത് ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കും. അപ്പോൾ 6 റൈസ്റ്റ് ടു n മൈനസ് 5n ഇസ് ഈക്വൽ ടു 1 പ്ലസ് 25k എന്ന് കിട്ടി. ദാറ്റ് ഈസ് 6 റൈസ്റ്റ് ടു n മൈനസ് 5n ഇസ് ഈക്വൽ ടു 25k പ്ലസ് 1 എന്ന് കിട്ടി. ഞാൻ അല്പം മുമ്പ് പറഞ്ഞു ഓർക്കുന്നോ? അതായത് ഈ കാര്യം m ഇസിക്കൽ ടു 8 10 പ്ലസ് 5 എന്ന് കണ്ടാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കും? ആ 5 റിമൈൻഡർ കിട്ടുന്ന. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അർത്ഥം പറ. 25k കൊണ്ടല്ല, 25 കൊണ്ട്. 6 റൈസ്റ്റ് ടു n മൈനസ് 5നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 കിട്ടുന്ന. 6 റൈസ്റ്റ് ടു n മൈനസ് 5n വെൻ ഡിവൈഡഡ് ബൈ 25 ഗീവ്സ് ദ റിമൈൻഡർ 1. ഇതാണ് എൻ്റെ അർത്ഥം. മനസ്സിലായോ? ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഈ ചോദ്യം വേണമെങ്കിൽ വേറെ രീതി കൂടെ ചോദിക്കാം. നിങ്ങൾ ഈ 1നെ ലെഫ്റ്റിൽ കൊണ്ടുവന്ന് വിചാരിക്കുക. അപ്പം എന്താവും? ഇസ് ഈക്വൽ ടു 25k എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം എന്താ? 6 റൈസ്റ്റ് ടു n മൈനസ് 5n മൈനസ് 1 ഈക്വൽ ടു 25k മീൻസ് ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ഓഫ് 25 എന്നാ അല്ലേ? അപ്പോൾ ഈ ചോദ്യം വേണമെങ്കിൽ അങ്ങനെയും ചോദിക്കാം. 6 റൈസ്റ്റ് ടു n മൈനസ് 5n മൈനസ് 1 ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 25 എന്ന് പ്രൂവ് ചെയ്യാൻ വേണമെങ്കിൽ പറഞ്ഞൂടെ? പറയാം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളിവിടെ എഴുതി വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഈ 5n മാത്രം എടുത്താൽ പോരാ, 1 കൂടി ഇനി ലെഫ്റ്റ് എടുക്കാമായിരുന്നു. മനസ്സിലായോ? ഇപ്പോൾ ആദ്യത്തെ ചോദ്യമില്ലേ, അത് വേണമെങ്കിൽ വേറെ രീതി ചോദിക്കാം. ഇതാണ്ട് ആദ്യത്തെ ചോദ്യങ്ങളെടുത്ത് ചോദിച്ചത് 9 റൈസ്റ്റ് ടു n പ്ലസ് 1 മൈനസ് 8n മൈനസ് 9 ഈസ് ഡിവിസിബിൾ ബൈ 64 എന്നല്ലേ? അതിന് പകരം വേണമെങ്കിൽ ചോദ്യം ഇങ്ങനെ ചോദിക്കാമായിരുന്നു. ഈ മൈനസ് 9 ഇല്ല, അതങ്ങ് അപ്പുറത്തേക്ക് മാറ്റിയിട്ട്
നിങ്ങൾ ഇവിടെ വെച്ച് ഇങ്ങനെ ചെയ്തത്. ഇങ്ങനെ ചെയ്യുന്നതിന് പകരം ഈ -9 ഇപ്പുറം കൊണ്ടുവരാതെ ഈ -9 അങ്ങ് അപ്പുറത്തിട്ടിരുന്നെങ്കിലോ, റൈറ്റ് സൈഡ് ഇട്ടിരുന്നെങ്കിലോ, 9^10 + 1 - 8n = 64 × a നാച്ചുറൽ നമ്പർ. ഞാൻ k എന്ന് പേര് കൊടുത്തോ. 64k ഈ -9 ഇപ്പുറം വരുമ്പോൾ +9 എന്നാവത്തില്ലേ? അങ്ങനെയാണെങ്കിൽ അതിനെ ഇങ്ങനെ പറഞ്ഞൂടെ, 9^10 + 1 - 8നെ 64 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 9 കിട്ടും. അങ്ങനെ പറഞ്ഞൂടെ? അപ്പോൾ ഈ ചോദ്യം നമുക്ക് അങ്ങനെയും ചോദിക്കാമായിരുന്നു. ഇത് ഇങ്ങനെ ചോദിക്കുന്നതിന് പകരം യൂസിങ് ബൈനോമിയൽ തിയറം പ്രൂവ് ദാറ്റ് 9^10 + 1 - 8n when divided by 64 gives the remainder 9. അങ്ങനെയും ചോദിക്കാം അല്ലേ? അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ ഇവിടെ വെച്ച് നിങ്ങൾ ഈ ഇവിടെ നമ്മൾ 8നെ 9നെ ലെഫ്റ്റിൽ കൊണ്ടുവന്നു. നമ്മൾ എന്ത് ചെയ്യും? 8നെ മാത്രം ലെഫ്റ്റിൽ കൊണ്ടുവന്നിട്ട് 9നെ അവിടെ ഇട്ടേക്കും. എന്നിട്ട് ഈ 9 ഒഴിച്ച് ബാക്കിയുള്ളിടത്തൊന്ന് കോമൺ ഫാക്ടർ എടുക്കുമായിരുന്നു അല്ലേ? ഇത് മനസ്സിലായോ? ഫോക്കസ് ഏരിയയാണ്. പിന്നെ അല്പം ടഫ് ആയതുകൊണ്ട് ഈ വർഷം ചോദിക്കാൻ സാധ്യത കുറവാണ്. സാധ്യത കുറവെന്നേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നവർക്ക് അവർ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ടഫ് ചോദ്യങ്ങൾ ഒഴിവാക്കണം എന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിർദ്ദേശമൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞാലും ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കാനായിട്ട് പിന്നെ ഇപ്പം 4 പേരാണ് ക്വസ്റ്റ്യൻ പേപ്പർ, നമ്മുടെ എല്ലാ പരീക്ഷകളുടെയും രീതി അങ്ങനെ. ഒരു സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്ന 4 ടീച്ചേഴ്സ് ആയിരിക്കും. അവർ തയ്യാറാക്കുന്ന ക്വസ്റ്റ്യൻ അവരല്ലാതെ മറ്റാരും കാണുന്നില്ല, മറ്റാരും തന്നെ ക്വസ്റ്റ്യൻ കാണുന്നില്ല, അവർ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ അത് പിന്നെ സീൽഡ് കവറിനകത്താക്കി പ്രിൻറ്റിങ് പ്രസ്സിലേക്ക് അയക്കുന്നു, പ്രിൻ്റ് ചെയ്യുന്നു, സോർട്ട് അവിടെ തന്നെ പാക്ക് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. പൊട്ടിക്കുമ്പോൾ മാത്രം. എന്നിട്ട് ഈ 4 എണ്ണം വന്നു കഴിയുമ്പോൾ എല്ലാം എടുക്കത്തില്ല, 4 പ്രിൻ്റ് ചെയ്യത്തില്ല. ഈ 4 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം ലോട്ടെടുത്താണ് പ്രിൻറ്റിങ്ങിന് അയക്കുന്നത്. 4 എണ്ണം ഇട്ടിട്ട് അതിൽ നിന്ന് ഒരെണ്ണം ലോട്ടെടുക്കും. അതാണ് പ്രിൻറ്റിങ്ങിന് അയക്കുന്നത്. അത് പ്രിൻ്റ് ചെയ്ത് തിരിച്ചു വരും. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ഇട്ട ആളിന് പോലും അറിയാൻ പറ്റില്ല. 4 പേര് ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടല്ലോ, അവർക്ക് ആർക്കും അറിയുന്ന ആരുടെ ക്വസ്റ്റ്യനാണ് അയച്ചതെന്ന് അവർക്കും അറിയാൻ പറ്റില്ല. അത് എക്സാമിൻ്റെ ജോയിൻറ്റ് ഡയറക്ടർക്ക് മാത്രമേ അറിയാൻ പറ്റൂ ഏത് ക്വസ്റ്റ്യൻ അയച്ചതെന്ന്. അതാണ് എൻ്റെ ആ രീതിയിലാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ ക്വസ്റ്റ്യൻ ഇട്ട ആൾ ചിലപ്പോൾ ഇത്തരം ചോദ്യങ്ങളായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എങ്കിലും സാധാരണഗതിയിൽ ടഫ് ചോദ്യം ഒഴിവാക്കാൻ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് സാധ്യത വളരെ കുറവാണ്. പക്ഷേ ആദ്യം ഞാൻ പറഞ്ഞ ടൈപ്പ് ചോദിക്കും. ഏതാണ്? നമ്മൾ എക്സ്പാൻഷനൊക്കെ ചെയ്തില്ലേ? അതെല്ലാം ചോദിക്കുന്ന ആൾമോസ്റ്റ് ചോദിക്കുന്ന ഉറപ്പുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ബൈനോമിയൽ തിയറത്തിൽ പഠിക്കേണ്ടത്. ഇനി ഇൻഡക്ഷൻ്റെ കാര്യം കൂടി നമുക്ക് പറഞ്ഞിട്ട് നിൽക്കാം. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, അതിൻ്റെ 2 ചോദ്യം കൂടെ. ഒരു 10 മിനിറ്റൂടെ പോകാമല്ലോ, കുഴപ്പമില്ലല്ലോ. നിങ്ങൾക്ക് പിന്നെ മറ്റ് ക്ലാസ്സുകൾ ഇപ്പോൾ എങ്ങനെയുണ്ടോ? അതും കമ്പൽസറി അല്ലല്ലോ, ആവശ്യമുള്ളവർക്ക് ഇടയില്ലേ? ഓക്കെ. പക്ഷെ നാളത്തെ ക്ലാസ്സിൽ എല്ലാവരും ജോയിൻ ചെയ്യണേ. നാളെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു തിയറം പ്രൂവ് ചെയ്യാൻ തരുന്നു. യൂസിങ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രൂവ് ദാറ്റ് 1 + 2 + 3 + etc. + n = n × n + 1/2. വേറെ n ഈസ് എ നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന തിയറങ്ങളുടെ പ്രൂഫിന് വേണ്ടിയിട്ടാണ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ മാർഗം എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് എന്താണോ നമ്മൾക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അതിനെ P(n) എന്ന് ഡിനോട്ട് ചെയ്യുക. ലെറ്റ് P(n) be the statement 1 + 2 + 3 + etc. + n = n × n + 1/2. ക്ലിയർ ആയോ? ഇനി നമ്മൾ ചെയ്യേണ്ടത്, മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് n-ന് 1 എന്ന വാല്യൂ കൊടുക്കുക. ദാറ്റ് മീൻസ് P(n) എന്നുള്ളതിന് പകരം P(1). n-ന് 1 എന്ന വാല്യൂ കൊടുത്തിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് അത് ശരിയാണ് എന്ന് തെളിയിക്കുക. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഒന്ന് ശ്രദ്ധിച്ച്, എന്താ ഈ P(n) ഇവിടെ കാണുന്ന 1 മുതൽ n വരെയുള്ള നമ്പറുകൾ ആഡ് ചെയ്യണമെന്നാ അല്ലേ? അപ്പം n × n + 1/2 എന്ന് കിട്ടുന്ന അല്ലേ? അപ്പം നിങ്ങളോട് പറയാം P(5) എന്നാണെങ്കിൽ നിങ്ങൾ എന്തെഴുതും? P(5) എന്തെഴുതും പറ? 1 മുതൽ 5 വരെ. അപ്പം ലെഫ്റ്റ് സൈഡ് എന്ത് വരും? ലെഫ്റ്റ് സൈഡ് എന്ത് വരും? അപ്പോൾ 1 + 2 + 3 + 4 + 5 അല്ലേ? റൈറ്റ് സൈഡ് 5 × 5 + 1/2. P(4) ആയിരുന്നെങ്കിലോ 1 + 2 + 3 + 4 4 വരും ലെഫ്റ്റ് സൈഡ് അല്ലേ?
ശരി. റൈറ്റ് സൈഡ് 4 into 4 plus 1 by 2. പി ഓഫ് 2 ആയിരുന്നെങ്കിലോ 1 plus 2 എന്ന് വരും ലെഫ്റ്റ് സൈഡ്. അപ്പോൾ പി ഓഫ് 1 ആയിരുന്നെങ്കിലോ 1 മാത്രമേ വരൂ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത്തരം പ്രോബ്ലങ്ങളിൽ പി ഓഫ് 1 എഴുതാൻ വളരെ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? ലെഫ്റ്റ് സൈഡിൽ ആദ്യത്തെ ടേം മാത്രം എഴുതിയാൽ മതി. ക്ലിയർ ആയോ? പി ഓഫ് 1 എഴുതാൻ പറഞ്ഞാൽ ഫസ്റ്റ് ടേം മാത്രം എഴുതിയാൽ മതി ലെഫ്റ്റ് സൈഡിൽ. മനസ്സിലായല്ലോ? റൈറ്റ് സൈഡ് എന്താവും? പി ഓഫ് 1 എന്നിന് വരെ 1 കൊടുത്താൽ മതി. 1 into 1 plus 1 by 2. ഇപ്പൊ പി ഓഫ് 1 എഴുതുന്ന രീതി മനസ്സിലായോ? ഓ, പി ഓഫ് 1 എഴുതാം നമുക്ക്. പി ഓഫ് 1 എഴുതുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ആദ്യത്തെ എന്തെഴുതണം? ഫസ്റ്റ് ടേം മാത്രം എഴുതണം. 1 ഈക്വൽ ടു റൈറ്റ് സൈഡിലോ 1 into 1 plus 1 by 2. ഇനി ഇത് ശരിയാണോ എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. ലെഫ്റ്റ് സൈഡ് 1 അതുപോലെ എഴുതി. റൈറ്റ് സൈഡ് 1 plus 1 2 ആ. 1 into 2 by 2. ശരിയാണോ ഇത്? 1 into 2 2 2 by 2 1. അപ്പോൾ ലെഫ്റ്റ് സൈഡും 1 റൈറ്റ് സൈഡും 1 രണ്ടും കറക്റ്റാ അല്ലേ? അപ്പോൾ അത് ശരിയല്ലേ? ശരിയാണ്. അപ്പോൾ ട്രൂ. പി ഓഫ് 1 ഈസ് ട്രൂ എന്ന് എഴുതിക്കൂടെ? ഇത്ര എഴുതിയാൽ ഒരു മാർക്കായി. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ പ്രോബ്ലം ചോദിക്കുമ്പോൾ ഈ പി ഓഫ് എൻ ബി ദ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ് എഴുതി പി ഓഫ് 1 എഴുതി പി ഓഫ് 1 ഈസ് ട്രൂ എന്ന് മാത്രം എഴുതിയാൽ എത്ര മാർക്കായി? ഒരു മാർക്കായി. വല്ല പ്രയാസമുണ്ട് ഈ ഒരു മാർക്ക് വാങ്ങിക്കാൻ? അടുത്തത് ഇനി മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പി ഓഫ് കെ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യണം. പി ഓഫ് കെ മീൻസ് എന്നിന് കെ കൊടുത്താൽ ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ് എന്ന് അസ്യൂം ചെയ്യണം. അപ്പോൾ അതാണ് അടുത്തത്. അസ്യൂം ദാറ്റ് പി ഓഫ് കെ എന്താണെന്ന് എഴുതണ്ടേ? എന്താണ് പി ഓഫ് എൻ? 1 plus 2 plus 3 plus etc. n is equal to n into n plus 1 by 2. അപ്പോൾ വാട്ട് ഈസ് പി ഓഫ് കെ? 1 plus 2 plus 3 plus etc. plus k is equal to k into k plus 1 by 2. അതാണ് പി ഓഫ് കെ. അത് ട്രൂ ആണെന്ന് തെളിയിക്കുകയാണോ? അല്ല. പിന്നെന്ത് ചെയ്യുക? അസ്യൂം ചെയ്യുക. അസ്യൂം ദാറ്റ് സങ്കല്പിക്കുകയാണ്. പി ഓഫ് കെ 1 plus 2 plus 3 plus etc. plus k is equal to k into k plus 1 by 2 is true. ശരിയാണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് k എന്ന വാല്യൂ കൊടുക്കുമ്പോൾ ശരിയാണ് എന്ന് അസ്യൂം ചെയ്യും. ഇനി എന്ത് ചെയ്യണം അടുത്തത്? ഇത് കൂടെ എഴുതിയാൽ അര മാർക്കാവും കേട്ടോ. 1.5 മാർക്കാവും ഇത്രയും കൂടെ എഴുതിയാൽ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? അപ്പോൾ ആദ്യം പി ഓഫ് 1 ട്രൂ ആണെന്ന് തെളിയിച്ചു. രണ്ടാമത് പി ഓഫ് കെ ട്രൂ ആണ് എന്ന് അസ്യൂം ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ള ജോലി ഇത് പറയുന്നത് പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് തെളിയിക്കുക. അതാണ് നമ്മുടെ അടുത്ത ജോലി. മനസ്സിലായോ? അപ്പോൾ അടുത്ത സെന്റൻസ് എഴുതേണ്ടത് ഇങ്ങനെയാണ്: വി ഹാവ് ടു പ്രൂവ് ദാറ്റ് പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. എല്ലാ പ്രോബ്ലത്തിലും ഇങ്ങനെ തന്നെയാ. പ്രയാസമുണ്ടോ? അപ്പോൾ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ എന്നാ. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് മീൻസ് നമുക്ക് പ്രൂവ് ചെയ്യണം. എന്ത്? പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ, ചെയ്യണമെന്നാണ് നമ്മൾ ചെയ്യണം, നമ്മൾ ചെയ്യാൻ പോവുക. പക്ഷെ നമ്മൾ ചെയ്യാൻ പോകണമെങ്കിൽ അതിന് മുമ്പ് എന്താണ് ഈ പി ഓഫ് കെ പ്ലസ് 1 എന്ന് അറിവ് വേണ്ടേ നമുക്ക്? എന്നാലും ചെയ്യാൻ പറ്റൂ, വേണ്ടേ? അപ്പോൾ അതിനു വേണ്ടി എന്താണ് പി ഓഫ് കെ പ്ലസ് 1 അതൊന്ന് എഴുതണം. എങ്ങനെ പി ഓഫ് കെ പ്ലസ് 1 എഴുതുക? പി ഓഫ് എൻ അവിടെ ഉണ്ടല്ലോ. ആ എന്നിന്റെ സ്ഥാനത്ത് കെ പ്ലസ് 1 ആക്കിയാൽ പോരെ? അപ്പോൾ എന്താണ് പി ഓഫ് എൻ? 1 plus 2 plus 3 plus etc. plus n ഈക്വൽ ടു n into n plus 1 by 2. അപ്പോൾ എന്തായിരിക്കും പി ഓഫ് കെ പ്ലസ് 1? 1 plus 2 plus 3 plus etc. plus k plus 1. n കാണുന്നിടത്തെല്ലാം കെ പ്ലസ് 1 ആവും. കെ പ്ലസ് 1 ഈക്വൽ ടു k plus 1 into k plus 2 by 2. അതായത് കെ പ്ലസ് 1 into കെ പ്ലസ് 1 plus 1 by 2 അല്ലേ? അതാണ് പി ഓഫ് കെ പ്ലസ് 1. അതൊന്ന് എഴുതി വെക്കണം അവിടെ. ഉണ്ടോ? പി ഓഫ് കെ പ്ലസ് 1 വി ഹാവ് ടു പ്രൂവ് ദാറ്റ് പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ എന്ന് എഴുതിയതിന് ശേഷം എന്താണ് പി ഓഫ് കെ പ്ലസ് 1 എന്ന് നമ്മളൊന്ന് എഴുതണം. അതാണ് എഴുതിയിരിക്കുന്നത്. ഇത് പ്രൂവ് ചെയ്തതല്ല, ആണോ? പ്രൂവ് ചെയ്തതല്ല. എന്താണ് പി ഓഫ് കെ പ്ലസ് 1 അത് എഴുതി. 1 plus 2 plus 3 plus etc. plus k plus 1 ഈക്വൽ ടു k plus 1 into k plus 1 plus 1 by 2. ദാറ്റ് ഈസ് k plus 1 into k plus 2 by 2. ഇതാണ് പി ഓഫ് കെ പ്ലസ് 1. ഇതാണ് നമുക്കിനി തെളിയിക്കേണ്ടത്. ഇത് തെളിയിക്കാനാണ് നമ്മൾ പോകുന്നത്. അത്രയും മനസ്സിലായോ? ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ. നിങ്ങൾ പി ഓഫ് കെ ഒന്ന് നോക്കിയടെ. പി ഓഫ് കെ എന്താണ് നോക്കിയ ഇവിടെ? 1 plus
2 പ്ലസ് ലെഫ്റ്റ് സൈഡ് നോക്കാനാണ് ഞാൻ പറഞ്ഞത്. ലെഫ്റ്റ് സൈഡ് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് കെ. അതാണല്ലോ പി ഓഫ് കെ. എന്താണ് പി ഓഫ് കെ പ്ലസ് 1 നോക്ക്. 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് വാട്ട് കെ പ്ലസ് 1 അല്ലേ. പി ഓഫ് കെ വന്നപ്പോൾ കെയിൽ അവസാനിച്ചു. പി ഓഫ് കെ പ്ലസ് 1 വന്നപ്പോൾ എവിടെ അവസാനിച്ച? കെ പ്ലസ് 1ൽ അവസാനം. അപ്പോൾ കെ പ്ലസ് 1ന്റെ തൊട്ട് മുമ്പ് എന്തുണ്ടാവും? കെ ഉണ്ടാവില്ലേ? 3യുടെ തൊട്ട് മുമ്പ് 2 ഇല്ലേ? 3 കഴിഞ്ഞാൽ അടുത്ത ടൈം 4 അല്ലേ? 4 കഴിഞ്ഞാൽ അടുത്ത ടൈം 5 അല്ലേ? അപ്പോൾ കെ പ്ലസ് 1ന്റെ തൊട്ട് മുമ്പുള്ള ടൈം എന്തായിരിക്കും? കെ ആയിരിക്കും. അപ്പോൾ ഇത് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് കെ പ്ലസ് കെ പ്ലസ് 1 എന്നല്ലേ? നിങ്ങൾ പി ഓഫ് കെ നോക്കൂ. പി ഓഫ് കെ എന്തായിരുന്നു? 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് കെ എന്നായിരുന്നു. പി ഓഫ് കെ പ്ലസ് 1 വന്നപ്പോഴോ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് കെ പ്ലസ് 1. എന്താ സംഭവിച്ചത്? ഒരു ടേം കൂടി അല്ലേ? കെ പ്ലസ് 1 കൂടി വന്നു. അതല്ലേ സംഭവിച്ചത്? അതായത് ഇത്രയും ആലോചിച്ചാൽ മതി. പി ഓഫ് 1 എന്നായിരുന്നെങ്കിൽ ആദ്യത്തെ ടൈം മാത്രമേ കാണൂ, 1 മാത്രമേ കാണൂ. പി ഓഫ് 2 ആയപ്പോൾ 1 പ്ലസ് 2 ഒരു ടൈം കൂടി വന്നു. പി ഓഫ് 3 ആയാൽ 1 പ്ലസ് 2 പ്ലസ് 3 എന്ന് വരും. പി ഓഫ് 4 ആയാൽ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 എന്ന് വരും. ഓരോ ടേം കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ പി ഓഫ് കെ നിന്ന് പി ഓഫ് കെ പ്ലസ് 1ലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം ഒരു ടേം കൂടി അധികം വന്നു എന്നേ ഉള്ളൂ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഒന്നുകൂടി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓടിച്ച് പറയാം. നമ്മൾ ആദ്യം തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ പി ഓഫ് എൻ എന്ന് എഴുതി. എന്നിട്ട് ആദ്യം എന്ത് ചെയ്തു? പി ഓഫ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. അത് പി ഓഫ് 1 എഴുതാൻ എളുപ്പമാണ്. പി ഓഫ് 1 എഴുതുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ആദ്യത്തെ ടേം മാത്രം എഴുതുക. റൈറ്റ് സൈഡിൽ എന്നിന് 1 കൊടുക്കുന്നു. 1 × 1 + 1/2 എഴുതി. അത് ട്രൂ ആയിരിക്കും, എപ്പോഴും അങ്ങനെ തന്നെ വരും. ട്രൂ ആണെന്ന് എഴുതി. അടുത്തത് അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. പി ഓഫ് കെ മീൻസ് എന്നിന് പകരം കെ കൊടുത്താൽ മതി. 1 + 2 + 3 + എക്സെട്ര + k = k × k + 1/2 ഈസ് ട്രൂ എന്ന് അസ്യൂം ചെയ്തു. എന്നിട്ട് നമ്മൾ എഴുതുന്നു വി ഹാവ് ടു പ്രൂവ് ദാറ്റ് പി ഓഫ് കെ + 1 ഈസ് ട്രൂ. പി ഓഫ് കെ + 1 ട്രൂ ആണെന്ന് നമുക്ക് തെളിയിക്കണം. അതിന് പി ഓഫ് കെ + 1 എഴുതുന്നു. പി ഓഫ് കെ + 1 എഴുതാൻ വളരെ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? ഒരു ടൈം കൂടി വരും. 1 + 2 + 3 എക്സെട്ര കെ എന്നാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു കെ + 1 കൂടി വരികയാണ് ചെയ്യുന്നത്. ഈക്വൽ ടു റൈറ്റ് സൈഡ് എന്നിൻ്റെ സ്ഥാനത്ത് കെ + 1 ആക്കി. k + 1 × k + 1 + 1/2 ദാറ്റ് ഈസ് k + 1 × k + 2/2. ഇത് പ്രൂവ് ചെയ്യണമെന്നാണ് പറഞ്ഞത്, ചെയ്തു എന്നല്ല. ആണോ? ചെയ്യണം. അപ്പോൾ അത് ചെയ്യാൻ പോവുകയാണ്. ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പി ഓഫ് കെ + 1 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് 1 + 2 + 3 + എക്സെട്ര + k + 1 അതിൻ്റെ തൊട്ട് മുമ്പ് ഒരു കെയും കൂടി ഉണ്ടാവും. അപ്പോൾ എക്സെട്ര + k + k + 1 എന്ന ലെഫ്റ്റ് സൈഡ് നമ്മൾ എടുത്ത് എഴുതി. കണ്ടോ? 1 + 2 + 3 + എക്സെട്ര + k + 1 എന്ന് നമ്മൾ എഴുതി അല്ലേ? ഇല്ല. ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ചെയ്ത് നമുക്ക് എന്താണ് അതെ, ഇത് ചെയ്തിട്ട് അത് ഇതാണെന്ന് ഈ റൈറ്റ് സൈഡിൽ നമ്മൾ എഴുതി വെച്ച k + 1 × k + 2/2 ആണ് എന്ന് തെളിയിക്കാൻ പോവുകയാണ്. തെളിയിച്ചിട്ടില്ല, നമ്മളത് പ്രൂവ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ നമുക്ക് ഫൈനൽ കിട്ടേണ്ട ആൻസർ നമ്മുടെ മുമ്പിലുണ്ട്. എന്താണ്? k + 1 × k + 2/2 എന്ന ആൻസറാണ് നമുക്ക് മുമ്പിൽ കിട്ടേണ്ടത് അല്ലേ? മനസ്സിലായി? അപ്പോൾ അതിലേക്ക് എത്താൻ നമ്മൾ ശ്രമിക്കുക. നോക്കാം. അതിലേക്ക് എത്താൻ വേണ്ടി ഈ ടൈപ്പ് പ്രോബ്ലങ്ങളിലെല്ലാം കാണുന്നൊരു പ്രത്യേകത, നമ്മുടെ അവസാനത്തെ ടൈം k + 1 ഇല്ലേ? ആ k + 1നെ മാറ്റി നിർത്തി ബാക്കിയുള്ള ടൈം ഒന്ന് നോക്കിയേ. 1 + 2 + 3 + എക്സെട്ര + k ലാസ്റ്റ് ടൈം ഒഴിച്ചുള്ള എല്ലാ ടൈം അതെന്തോന്നാ? അത് പി ഓഫ് കെയുടെ ലെഫ്റ്റ് സൈഡാ അല്ലേ? ആ പി ഓഫ് കെയുടെ ലെഫ്റ്റ് സൈഡ് നമുക്ക് നേരത്തെ ഉണ്ടല്ലോ, ട്രൂ ആണെന്ന് നമ്മൾ സങ്കല്പിച്ചിട്ടുണ്ടല്ലോ അല്ലേ? പി ഓഫ് കെ ശരിയാണെന്ന് അസ്യൂം ചെയ്തിട്ടില്ലേ? അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വാല്യൂ k × k + 1/2 ആണെന്ന് നമ്മൾ സങ്കല്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് പകരം ആ k × k + 1/2 കൊടുത്തൂടെ? അവസാനത്തെ ടേം ഒഴിച്ച് ബാക്കി എല്ലാ ടേമുകളും കൂടെ ചേരുമ്പോൾ അത് പി ഓഫ് കെ ആണ്. ആ പി ഓഫ് കെയുടെ റൈറ്റ് സൈഡിൽ എന്താണോ ഉള്ളത് അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പ്ലസ് അടുത്ത ടേമായ k + 1 അവിടെ എഴുതാം. ഇത്രയും വരെ എഴുതാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഏത് പ്രോബ്ലം ആയാലും ഇത്രയും വരെ എഴുതിക്കൂടെ? എഴുതാ ഒരു പ്രയാസമില്ല, ഈസി ആയിട്ട് എഴുതിപ്പോ അല്ലേ? ഇനിയുള്ള ഇതൊരു സിമ്പിൾ പ്രോബ്ലം ആണ്. ഈ സിമ്പിൾ പ്രോബ്ലം ആണെന്നല്ല, ഒരു ടഫ് പ്രോബ്ലം ആണെങ്കിൽ പോലും ഇത്രയും സ്റ്റെപ്പുകൾ നമുക്ക് എഴുതാൻ സാധിക്കും.
ഒന്ന് പറഞ്ഞ് എന്തൊക്കെ ആദ്യം എന്താ എഴുതേണ്ടത്? ആദ്യം നമ്മൾ പി ഓഫ് എൻ എഴുതണം. പ്രൂവ് ചെയ്യാൻ നമുക്ക് പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന സാധനം എന്താണോ അതിനെ പി ഓഫ് എൻ എന്ന് എഴുതണം. പിന്നെ പി ഓഫ് വൺ എഴുതാൻ എളുപ്പമോ? ലെഫ്റ്റ് സൈഡ് എങ്ങനെ എഴുതും? ആദ്യത്തെ ടേം മാത്രം. ഓക്കെ, ഫസ്റ്റ് ടേം മാത്രം അതെഴുതും. ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്നിന് 1 കൊടുക്കുന്നു. അത് ശരിയാണെന്ന് കാണിക്കണം. പിന്നെ പി ഓഫ് കെ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യണം. അപ്പോൾ പി ഓഫ് കെ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുമ്പോൾ ആ പി ഓഫ് കെ എന്താണെന്ന് എഴുതണം. ആ എന്നിന് പകരം കെ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് എഴുതണം. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് എഴുതും? അല്ലെ, അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഇസ് ട്രൂ എന്നാ. എന്നിട്ട് ആ പി ഓഫ് അസ്യൂം ദാറ്റ് പി ഓഫ് കെ, ആ പി ഓഫ് കെ എന്ന സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് എഴുതണം. അല്ലേ, അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഇസ് ട്രൂ. അല്ലേ, അസ്യൂം ദാറ്റ് പി ഓഫ് കെ എന്താണെന്ന് എഴുതണം, ഇസ് ട്രൂ. ദെൻ അടുത്ത സെന്റൻസ് എന്തുവാ? അടുത്ത ഈ സെന്റൻസ് എഴുതണോടെ, വി ഹാവ് ടു പ്രൂവ് ദാറ്റ് പി ഓഫ് കെ പ്ലസ് 1 ഇസ് ട്രൂ എഴുതണം. അതിനുശേഷം പി ഓഫ് കെ പ്ലസ് 1 എഴുതണം. പി ഓഫ് കെ പ്ലസ് 1 എഴുതാൻ ഞാൻ പറഞ്ഞു എളുപ്പമാണ്. എന്നിന് പകരം കെ പ്ലസ് 1 ആകുക ചെയ്യുക. ദാറ്റ് മീൻസ് നേരത്തെ പി ഓഫ് കെ നമ്മൾ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഒരു ടേം കൂടി കൂട്ടിച്ചേർത്താൽ മതി ലെഫ്റ്റ് സൈഡിൽ. അല്ലേ, ആ സ്റ്റേറ്റ്മെന്റ് അങ്ങോട്ട് എഴുതി വെച്ചു. ആ സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചതിന് ശേഷം ആ സ്റ്റേറ്റ്മെന്റിന്റെ ലെഫ്റ്റ് സൈഡ് എഴുതുന്നു. 1 + 2 + 3 + എക്സെട്ര +k + 1 എന്ന് ലെഫ്റ്റ് സൈഡ് എഴുതുന്നു. ലെഫ്റ്റ് സൈഡ് എഴുതി കഴിയുമ്പോൾ അതിൽ അവസാനത്തെ ടേം ഒഴിച്ച് മറ്റെല്ലാ ടേമുകളും കൂടി ചേരുമ്പോൾ അത് പി ഓഫ് കെ ആയതുകൊണ്ട് എന്താണോ പി ഓഫ് കെ അത് അതിന് പകരം നമുക്ക് ഉപയോഗിക്കാം. k × k + 1/2 പ്ലസ് ദെൻ അവസാനത്തെ ടേമായ k + 1 എഴുതി. ഇത്രയും വരെ ഏത് പ്രോബ്ലം ചോദിച്ചാലും നമുക്ക് എഴുതി പോകാം. 4 മാർക്കിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ 2.5 മാർക്ക് നമുക്ക് ഉറപ്പായി കിട്ടും. ചിലപ്പോൾ 3 മാർക്കും കിട്ടും. 2.5 മിനിമം 2.5 എന്തായാലും കിട്ടിയിരിക്കും. ഇനി അങ്ങോട്ടുള്ള സിംപ്ലിഫിക്കേഷനാണ് ബാക്കി 1.5 മാർക്ക്. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ ഒരു പ്രോബ്ലം ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും എത്ര മാർക്ക് ഉറപ്പാക്കാം? 2.5 മാർക്ക് ഉറപ്പാക്കാം അല്ലേ? കാരണം ഇനി എന്തെങ്കിലും സംഭവിക്കുന്നതെങ്കിൽ ഇനിയുള്ള സിംപ്ലിഫിക്കേഷനിലെ തെറ്റുള്ളൂ അല്ലേ? പക്ഷേ ഇനിയുള്ള സിംപ്ലിഫിക്കേഷനെ തെറ്റിയാൽ പോലും മൊത്തം ഒന്നും തെറ്റിപ്പോകത്തില്ല, എന്തെങ്കിലുമൊക്കെ കുറച്ച് ശരി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ 2.5 എല്ലാം 3 മാർക്ക് ഉറപ്പിക്കാം. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ എത്ര ടഫ് പ്രോബ്ലം ചോദിച്ചാലും നിങ്ങൾക്ക് 3 മാർക്സ് ഉറപ്പിച്ചൂടെ? ഇനിയുള്ള സിംപ്ലിഫിക്കേഷൻ നോക്കാം. ഇനിയുള്ള സിംപ്ലിഫിക്കേഷൻ ഫ്രാക്ഷൻസ് ആഡ് ചെയ്യുകയാണ്. ഇവിടെ ഡിനോമിനേറ്റർ 2 ആണ് LCM ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ക്രോസിന് ഇങ്ങനെയല്ലേ ചെയ്യുന്നത്? k × k + 1 + 2 × k + 1. k + 1 കോമൺ എടുത്തു. k + 1 കോമൺ എടുത്താൽ ഇവിടെ k വരും, ഇവിടെ +2 വരും. k + 1 × k + 2/2. ഇതാ ആൻസർ കിട്ടിയില്ലേ? കിട്ടി. അപ്പോൾ നമ്മൾ എഴുതും therefore p of k + 1 is true. എന്നിട്ട് എന്ത് എഴുതും? hence by the principle of mathematical induction the result is true for all natural numbers. ഇത്രയാണ് എഴുതേണ്ടത്. മനസ്സിലായോ? ഇനി ഒരു കാര്യം കൂടി പറയാം. ഒരു കാര്യം, നമ്മളിപ്പോൾ ഇവിടെ വരെയൊക്കെ എഴുതി. ഇവിടെ വരെയാ? ഇത്രയും വരെ എഴുതി. ഈ k × k + 1/2 + k + 1 വരെ എഴുതിയിട്ട് സിംപ്ലിഫൈ ചെയ്യുകയാണ്. സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് സ്റ്റെപ്പുകളൊക്കെ എഴുതിയിട്ട് നോക്കുമ്പോൾ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഇത്തരം പ്രോബ്ലങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ഈ സ്റ്റെപ്പ് എഴുതി, അതായത് പി ഓഫ് കെ പ്ലസ് 1ൻ്റെ ലെഫ്റ്റ് സൈഡ് അങ്ങോട്ട് എഴുതി. ആദ്യത്തെ ലാസ്റ്റ് ടൈം ഒഴിച്ച് ബാക്കി എല്ലാ ടൈമുകളിൽ ചേരുമ്പോൾ പി ഓഫ് കെ ആണെന്ന് പറഞ്ഞു. അത് എഴുതി, ഇത്ര എഴുതിയിട്ട് നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ശ്രമിച്ചു. സിംപ്ലിഫൈ ചെയ്ത് നമുക്കൊരു അവസാനം കിട്ടേണ്ട ആൻസർ എന്താണെന്ന് നമ്മുടെ മനസ്സിലുണ്ട് അല്ലേ? മനസ്സിലല്ല, നമുക്ക് പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ആൻസർ എന്താണെന്ന് നമുക്കറിയാം അല്ലേ? അതിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ്. കുറേ സ്റ്റെപ്പൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ ഒരു രക്ഷയില്ല, കിട്ടുന്നില്ല. നമ്മൾ അങ്ങനെയൊക്കെ നോക്കി, കുറേയൊക്കെ എഴുതി നോക്കി, കുറേ സംഭവിക്കാം, പരീക്ഷ ഹാളിൽ സംഭവിക്കാവുന്ന അല്ലേ? നമ്മൾ ചിലപ്പോൾ ചെയ്തൊക്കെ പഠിച്ചുകൊണ്ട് പോയാൽ പോലും ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ട് നമുക്ക് ആ ഫൈനൽ ആൻസറിലേക്ക് എത്താൻ പറ്റാതെ വരും. എന്ത് ചെയ്യും? പറയൂ. അങ്ങനെ സിറ്റുവേഷൻ വന്നത് ചെയ്യും. കേൾക്കുന്നുണ്ടോ? അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞില്ലേ, അത്രയും വരെ എഴുതി, ഈ സ്റ്റെപ്പ് വരെ എഴുതി. ഇത്രയും വരെ എഴുതുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്ന് അറിയാമല്ലോ. എഴുതി, അതിനുശേഷമാണ് നമ്മൾ സിംപ്ലിഫിക്കേഷൻ നടത്തുന്നത്. സിംപ്ലിഫിക്കേഷൻ നടത്തി
നമുക്ക് കിട്ടേണ്ട ആൻസർ എന്താണെന്ന് നമുക്കറിയാം. പി ഓഫ് കെ പ്ലസ് 1 നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഈ ആൻസറാണ് കിട്ടേണ്ടതെന്ന് നമുക്കറിയാം. ആ കിട്ടാൻ വേണ്ടിയുള്ള ശ്രമത്തിന് വേണ്ടി നമ്മൾ സിംപ്ലിഫിക്കേഷനൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ ഈ ഫൈനൽ ആൻസറിലേക്ക് എത്തുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് ഞാൻ ചോദിച്ചത്. പറയൂ. അവിടെ വച്ചാൽ കളയൂ. അതെ, ഫൈനൽ ആൻസർ നമുക്ക് അറിയാമല്ലോ അല്ലേ. നമ്മളൊരു നാലഞ്ച് സ്റ്റെപ്പ് സിംപ്ലിഫിക്കേഷനൊക്കെ എഴുതി വന്നപ്പോഴത്തേക്ക് ഒരു രക്ഷയില്ല. അത് എന്തൊക്കെ നോക്കിയിട്ട് ആൻസറിലേക്ക് എത്തുന്നില്ല. അവിടെ കളയണ്ട, അവിടെ ഇട്ട് അത്രയും വരെ നിർത്തിയിട്ട് ഈക്വൽ ടു എന്നും പറഞ്ഞാൽ ഫൈനൽ ആൻസർ അങ്ങ് എഴുതി വെക്കുക. എന്നിട്ട് therefore P of K plus 1 is true എന്ന് എഴുതുക. എന്നിട്ട് എഴുതുക hence by the principle of mathematical induction the result is true for all natural numbers എന്നങ്ങ് എഴുതി വെക്കുക. അത്രയും ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പം ഈ പ്രോബ്ലത്തിൽ ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസി ആയിട്ട് ചെയ്യാം. പക്ഷെ ചില ക്വസ്റ്റ്യൻസ് അല്പം ടഫ് ആയിരിക്കും. ചില ക്വസ്റ്റ്യൻസ് അല്പം ടഫ് ആകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൻസറിലേക്ക് കൊണ്ട് എത്തിക്കാൻ നമുക്ക് പറ്റാതെ വരും. പറ്റാതെ വരുമ്പോൾ നിങ്ങൾ കുറച്ച് ശ്രമിച്ചു എഴുതി നോക്കി, കുറച്ച് സ്റ്റെപ്പൊക്കെ എഴുതിയിട്ടൊന്നും എത്തുന്നില്ല. എവിടെയോ അബദ്ധം പറ്റിയതായിരിക്കാം, ഏതെങ്കിലും സ്റ്റെപ്പ് മിസ്സായി പോയതോ തെറ്റിപ്പോയതോ എങ്കിലും ആയിരിക്കാം. പറ്റുന്നില്ല, വേണ്ട, എന്ത് ചെയ്യുക? അതും വെച്ചോണ്ട് അതും വെച്ചിരുന്ന ഒരു 10 മിനിറ്റ് നോക്കിക്കൊണ്ടിരിക്കരുത്. പലർക്കും പറ്റുന്ന അബദ്ധം, അതും വെച്ചിട്ട് തിരുത്തി ഒരു 10 മിനിറ്റ് ആ ക്വസ്റ്റ്യൻ്റെ കൊണ്ടുവന്നിരിക്കും. അങ്ങനെ ഇരിക്കരുത്. അതവിടെ കളയുക. ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ആൻസർ എഴുതുക, ഫൈനൽ ആൻസർ എഴുതുക. എന്നിട്ട് എഴുതുക therefore P of K plus 1 is true എന്ന് എഴുതുക. എന്നിട്ട് എഴുതുക hence by the principle of mathematical induction the result is true for all natural numbers. നിങ്ങൾക്ക് 1/2 മാർക്കേ നഷ്ടപ്പെടും. 4 മാർക്കിൽ 3.5 മാർക്ക് നിങ്ങൾക്ക് തരും കേട്ടോ. ആ 1/2 മാർക്കിന് വേണ്ടി 10 മിനിറ്റ് കളഞ്ഞാലോ എന്ത് പറ്റും? അതാണ് പ്രശ്നം. അതുമാത്രമല്ല, ഈ ചോദിക്കുന്ന പ്രോബ്ലം അല്പം ടഫ് പ്രോബ്ലം ആണെങ്കിൽ, ചില പ്രോബ്ലം ഇച്ചിരി ടഫായിരിക്കും. ടഫ് പ്രോബ്ലം ആണെങ്കിൽ ചിലപ്പോൾ വാല്യുവേഷൻ കീയിൽ തന്നെ തന്നിരിക്കും ഫുൾ മാർക്ക് കൊടുത്തേക്കാൻ. ഇത്രയൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ ഫുൾ ഫൈനൽ ആൻസറിലേക്ക് എത്തിയില്ലെങ്കിലും മൊത്തം മാർക്കും കൊടുത്തേക്കാനായിട്ട് ചിലപ്പോൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കും. അങ്ങനെ വന്നാൽ ഫുൾ മാർക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വളരെ ഈസി അല്ലേ? ഫുൾ മാർക്ക് വാങ്ങുമെന്ന് ഉറപ്പുണ്ടല്ലോ. ഫുൾ ഇല്ലെങ്കിൽ പോലും 4 മാർക്കിൽ 3 മാർക്ക് ഉറപ്പായിട്ടും വാങ്ങിക്കാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ കുറച്ച് ബാക്കി പ്രോബ്ലംസ് ഉണ്ട്. അത് ബാക്കി ഡിസ്കസ് ചെയ്യണോ അതോ ഇതേപോലെ ബാക്കി നോക്കൂ? നോക്കാം. 2 പേരാണ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടവർ കേട്ടോ. പക്ഷേ ആവശ്യപ്പെട്ടവർ 2 പേരും ഇന്ന് ക്ലാസ്സിൽ കയറിയിട്ടില്ല. അതാണ് ക്ലാസ് വേണം എന്നാവശ്യപ്പെട്ട 2 പേരും ക്ലാസ്സിൽ കയറിയിട്ടില്ല. ബൈനോമിയൽ ആവശ്യപ്പെട്ടതാരായിരുന്നു? ശില്പയായിരുന്നോ? ശില്പയായിരുന്നു. ഓക്കെ, ഇനി നാളെ എല്ലാവരും കമ്പൽസറി കയറണം. നാളെ നമുക്ക് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, പരീക്ഷയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും പറയണം. ട്രിഗണോമെട്രിയിലൊരു പ്രോബ്ലം, അത് പണ്ട് ചെയ്യാതെ വിട്ടൊരു പ്രോബ്ലമാണ്, അതും ചെയ്യണം. നാളെ കമ്പൽസറി കയറണം. അത് കഴിഞ്ഞ് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച്, നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം മതി. ആവശ്യം പറയുന്നതിനനുസരിച്ച് വയ്ക്കുന്നുള്ളൂ ഇനി മുതൽ അങ്ങോട്ട് കേട്ടോ. വേറെ ഏതെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ പറയുക, അതനുസരിച്ച് വെക്കാം. പിന്നെ സിമ്പിളായിട്ടൊരു പ്രോബ്ലത്തിൻ്റെ സംശയമൊക്കെ ആണെങ്കിൽ എന്നെ ഫോൺ ചെയ്താൽ മതി, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ശരി ശരി, ഓക്കെ.